ഇപ്പോഴും കണ്ടു. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഴയകാലത്തെ രണ്ട് ഇതിഹാസങ്ങൾ രാമായണം മഹാഭാരതമാണെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ, ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഈ അഘോരി എന്നുള്ളത്. കഥയല്ല, കവിതയല്ല, തിരക്കഥയല്ല, ഇത് എന്താണ് വിഷയം? മാത്രമല്ല ഇത് ഡിറ്റക്റ്റീവ് ടൈപ്പിലാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഇറക്കി കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരുപാട് മുൻപൊക്കെ ഒരു 22 വയസ്സ് വരെയൊക്കെ നല്ല വായനക്കാരനായിരുന്നു. പിന്നീട് മറ്റുള്ള ജോലികളൊക്കെ പോയിട്ട് വായന പറഞ്ഞു. പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് ആചാര്യൻ്റെ ഒരു പുസ്തകം കയ്യിൽ കിട്ടിയിട്ട്, അതും ഞാൻ ഇതുപോലെ തന്നെ കൊറിയർ വഴി ചോദിച്ചു എവിടെ നിന്നാണ് കിട്ടും, അപ്പോൾ പറഞ്ഞു കൊറിയർ വഴി. ഇന്ന് കൊടുത്തു, മറ്റന്നാൾ അതിൻ്റെ 2 ദിവസം കൊണ്ട് അതിൻ്റെ പുസ്തകം കിട്ടി. അന്ന് തന്നെ പൊളിച്ച് വായിച്ചു. ഇത്രയും ഭംഗിയായിട്ട് അതിലെ ഓരോ വരികളും, പിന്നെ തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ അതിൽ ആ ഒരു തുടക്ക വരി അതിന് ഹിമാലയൻ സാധനങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ അവസാനം ഓരോ വർണ്ണനയിലെത്തിയിട്ട് ഓരോ ആൾക്കാരുടെയും ജീവിതാനുഭവങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് തരംതിരിച്ച സമയത്തുള്ളൊരു സുഖം അത് വായിക്കുമ്പോഴേ കിട്ടുള്ളൂ. ഏതായാലും നന്നായിട്ട് എല്ലാവരും വായിക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പുസ്തകത്തെ എല്ലായിടത്തും ലോകമെമ്പാടും എത്തിക്കണം. കാരണം ഇതിൻ്റെ പിറകിലുള്ള ഒരു ഇത്തിരി വരികളിലൂടെ നമുക്ക് നിന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ അറിയാം. ഇന്ന് മൊബൈലിൽ ടൈപ്പ് ചെയ്താൽ തന്നെ എത്ര വരികൾ എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും വർഷങ്ങളോടെ എടുത്തിട്ടുണ്ടാവും ഈ ഒരു ഗ്രന്ഥം ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ എന്നിട്ട് തെറ്റുകൾ തിരുത്താൻ വേണ്ടി അവസാനം ആ മാൻകൈൻഡ് എന്ന് പറയുന്ന പബ്ലിക്കേഷൻസിൽ അവരോട് ഒരു നന്ദി പ്രത്യേകം പറയാനുണ്ട്. കാരണം നമ്മൾ വായിക്കണം, മക്കൾക്കും വായിക്കാൻ വേണ്ടി കൊടുക്കണം പരമാവധി. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഈ ഉപാസനയോടൊപ്പം തന്നെ ഈ പുസ്തകത്തിനെയും ഇതിൻ്റെയൊക്കെ അറിവുകളൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കണം. ഇപ്പം മയക്കുമരുന്നും മദ്യവും അതൊക്കെ വ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ നന്മയിലേക്ക് കൊണ്ടുപോകാം. ഒറ്റ വരി പറയാണ്, കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും നേരിടും, മേന്മ തന്നെ നശിച്ചാലും വിദ്യ തന്നെ മഹാ. വലിയ അനുഭവം. നമ്മുടെ കാശ്മീരിലെ ഓരോ മണ്ണിനും ആത്മീയത പറയാനുള്ള സ്ഥലമാണ്. പക്ഷെ ഇന്നത് മാറിപ്പോയിരിക്കുന്നു. അപ്പൊ ആ കാശ്മീര ദേശത്ത് എല്ലാത്തിൻ്റെ ഉത്ഭവം അവിടെ ഭാരതത്തിൻ്റെ തന്ത്രശാസ്ത്രം ഇന്ന് ഫോറിനേഴ്സ് ഉൾപ്പെടെ പഠിക്കുന്ന അത്ഭുതകരമായ വിദ്യ, ഈശ്വരന്റെ രസതന്ത്രമാണ് തന്ത്രം. പ്രാണന്റെ ചലന നിയമങ്ങളെ കുറിച്ച് ഇത്രയും ആഴത്തിൽ പ്രതിപാദിക്കുന്ന പദ്ധതികൾ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. വളരെ വലിയ റിസർച്ചാണ് ഇതിലുണ്ടായിട്ടുള്ളത്. വളരെ വലിയ റിസർച്ച്. കാശ്മീരി ശൈവ സിദ്ധാന്തവും വേണ്ട പോലെ ചർച്ച ചെയ്യപ്പെടുന്നില്ല, പ്രായോഗികമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് പ്രായോഗികമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് അതിൽ നിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത്. കാശ്മീരി ശൈവ സിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആചാര്യന്മാരുടെ ഒരു നില തന്നെ ഉണ്ട്, ഗ്രന്ഥങ്ങളുടെ നില തന്നെ ഉണ്ട്. ഒരു പുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല, ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല, ഒരു ആചാര്യത്തിൽ ഒതുങ്ങുന്നതല്ല. ഭട്ടകല്ലണം ഏറ്റവും പ്രധാനം ആയിട്ടുള്ള ഗുരുക്കന്മാരാണ്. അതുപോലെ അഭിനവഗുപ്താചാര്യൻ തുടങ്ങിയ ഒരുപാട് ആചാര്യന്മാർ, ലക്ഷ്മൺ ജൂ എന്നൊക്കെ പറയുന്ന ആധുനിക കാലത്ത് ഇതിനെ മുന്നിലോട്ട് കൊണ്ടുവന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ഉണ്ടായിരുന്നു. ശിവസൂത്രങ്ങൾ, പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ തിരിക്കുക പറയാം. ഈ രണ്ട് പ്രധാനമായിട്ട് ആഗമശാസ്ത്രം, സ്കന്ധശാസ്ത്രം, പ്രത്യഭിജ്ഞാശാസ്ത്രം എന്നൊക്കെ നമുക്ക് ഇതിനെ തിരിക്കാൻ സാധിക്കും. ഈ ശിവൻ നേരിട്ട് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് ഈ ഗ്രന്ഥങ്ങൾ, ശിവസൂത്രങ്ങളെല്ലാം. വസുഗുപ്തൻ, മാലിനി വിജയതന്ത്രം, വിജ്ഞാനഭൈരവതന്ത്രം ഒക്കെ അതിനകത്തിൽ വരുന്നതാണ്. 112 ധ്യാന രീതികളെ കുറിച്ച് വിജ്ഞാനഭൈരവതന്ത്രത്തിൽ പറയുന്നുണ്ട്. ഓഷോ അതിൽ ബുക്ക് ഓഫ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
സന്തകാരിക വസുപുത്രന്റെ ശിഷ്യനായ ഭട്ടകല്ലെന്നാണ് വിളിച്ചത്. ഈശ്വര പ്രതിവിജ്ഞ ഉൽപ്പലദേവൻ എന്ന് പറയുന്ന ആചാര്യന്റെ കൃതിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്ത്രാലോകം എന്ന് പറയുന്ന അഭിനവഗുപ്ത ആചാര്യൻ രചിച്ച ഗ്രന്ഥം. ഈ അഭിനവഗുപ്ത ആചാര്യൻ 20ഓളം ആളുകളിലേക്ക് പോയി മന്ത്രദീക്ഷ എടുത്ത് ഉപാസന ചെയ്താണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാനൊരു ഗുരുവിൻ്റെ അടുത്തുനിന്ന് ഞാൻ മന്ത്രദീക്ഷ എടുത്തു പോയി, എന്താ നല്ല കാര്യമല്ലേ? അല്ല, നീ മറ്റൊരു ഗുരുവിനെ എങ്ങനെ സ്വീകരിക്കും? എനിക്ക് സാറിൻ്റെ ഇടയ്ക്കിൽ നിന്ന് പഠിക്കണമെന്നുണ്ട് കാര്യങ്ങൾ. അല്ല, നിങ്ങളുടെ ഗുരു പറഞ്ഞു തരത്തില്ല. ഗുരു പറഞ്ഞു തരും, പക്ഷെ ഗുരുവിൻ്റെ കൂടെ എൻ്റെ ഭാര്യ താമസിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള തെറ്റിടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെന്നാലും ഭയമാണ്. എന്താ ഒരു ഗുരു അസംശയം, ഒരു ഗുരു മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെയല്ലത് പറയും. നമുക്ക് നല്ല അറിവുള്ള ഒരാളെ കിട്ടിയത് മറ്റൊരാളുകൾക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല. പക്ഷെ പഠിക്കുന്നത് ശരിയാണെന്ന് ചെക്ക് ചെയ്യണം. ഈ ആൾ അറിവുള്ള ആളാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പലത്തുനിന്ന് പല പല അറിവ് കിട്ടി കൺഫ്യൂഷൻ വന്നിട്ട് ഈ ചിലപ്പം സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കും. 5ാം ക്ലാസ്സിൽ എത്തുമ്പോൾ പറയുന്നു അത് സൂര്യൻ അതിൻ്റെ സാങ്കല്പിക അച്ഛനത്തിൽ ഭൂമി കറങ്ങുന്നേ ഉള്ളൂ, സൂര്യൻ ഭൂമിയെ ചുറ്റുകയല്ല, ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അപ്പോഴേ മനസ്സിലാക്കുന്നത്. ചില ആളുകളുടെ കുഴപ്പം സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു പറയുന്നു. ഓക്കെ, ദീക്ഷ എടുത്ത ആൾക്കാർ മനസ്സിലായി. അയാൾ അപ്പുറത്ത് ചെല്ലുമ്പോൾ ദേവത സാങ്കല്പിക അച്ഛനത്തിൽ കറങ്ങുന്നൊക്കെ പറയുന്നു. സാറ് നിങ്ങൾ കള്ളമല്ലേ പഠിപ്പിച്ചത്? നിങ്ങളെന്താ പറഞ്ഞേ? സൂര്യൻ കിഴക്കുദിക്കും. അല്ല, അത് ഒന്നും പറയണ്ട, നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മനസ്സിലാവും, അതുമില്ല. ഇതൊക്കെ അറിയാമോ, അതുമില്ല. ഇങ്ങനെ പെട്ടു വന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കണം, ഞാൻ ഇങ്ങനെ കേട്ടു, ഇങ്ങനെ പഠിച്ചു, ഇത് ശരിയാണ്? ശരിയാണ്. അത് മനസ്സിലായില്ല? അത് മനസ്സിലായില്ല? ഇല്ല, സമയമാകുമ്പോൾ പറഞ്ഞുതരാം, ഇപ്പം ഇത് നമുക്ക് പഠിക്കും. ആകുമ്പോൾ എന്തായാലും അത് പറഞ്ഞുതരാം. പറഞ്ഞാൽ മനസ്സിലാകുന്ന സമയത്ത് അത് പറഞ്ഞു എന്ന് പറയും. അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ മനസ്സിലാവുമെങ്കിൽ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇത് വരാതിരിക്കാനാണ് പറയുന്നത്. അപ്പൊ അതിനൊക്കെ ചെല്ലിങ്ങനെ ചോദിക്കാറുണ്ട്. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അറിവുകൾക്കാരാണ് ലിമിറ്റ് വെക്കുന്നത്. അഭിനവഗുപ്ത ആചാര്യൻ 20ഓളം ആളുകളൊക്കെ പോയിട്ട് ഗുരുക്കന്മാരെ കണ്ട് ദീക്ഷ എടുത്തിട്ടാണ് ഇതെല്ലാം എഴുതിയുണ്ടാക്കിയത്. കാരണം അതിന് മുമ്പും ആൾറെഡി ഉള്ള സംഭവമാണ് കാശ്മീരി സിദ്ധാന്തം. ശിവാദി ഭൂമി പര്യന്തമായ 36 തത്വങ്ങളാണ് പ്രധാനമായിട്ടും സൃഷ്ടിയിൽ പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ പൂജാ പദ്ധതികളൊക്കെ അതിൽ അധിഷ്ഠിതമായിട്ടാണ് പോകുന്നത്. ഷഠത്വമായിട്ടുള്ള പൂജയിലൊക്കെ ഇതെല്ലാം ന്യസിക്കണം. ഈ 36 തത്വങ്ങളും നമ്മൾ ന്യസിക്കണം. പൂജ കഴിക്കുമ്പോൾ വലിയ പൂജ കഴിക്കുന്നു, വലിയ ശ്രീയക്ര പൂജ, ലഘു ശ്രീയക്ര പൂജ നമ്മൾ ചെയ്യുന്നു. നവാകരണ പൂജയാണ് വലിയ രീതിയിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ 9 മണിക്കൂറൊക്കെ എടുക്കും. ഓരോ ആവരണ ദേവതയ്ക്കും പൂജയാണ്, നിവേദ്യമുണ്ട് ഈ ദേവതകൾക്കെല്ലാം. അപ്പോൾ എത്ര സമയം എടുക്കും അല്ലേ? അപ്പോൾ മാത്രമല്ല ഈ ന്യാസങ്ങളെല്ലാം വരും. ഗ്രഹന്യാസം, നക്ഷത്രന്യാസം, മഹാഷോട ന്യാസം സഹിതമുള്ള ശ്രീയക്ര പൂജ. അപ്പൊ ഇതെല്ലാം ന്യസിക്കണം. അപ്പൊ ഇതിന്റെ പ്രായോഗിക പദ്ധതിയായിട്ട് ബന്ധപ്പെടുത്തിയാണ് കാശ്മീരി ശൈവം പഠിക്കുന്നത്. അത് കുറെ തിയറി മാത്രം നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. നമ്മൾ പൂജ പഠിച്ച് ഉപാസനയൊക്കെ പഠിച്ചു വരുമ്പോഴാണ്. എങ്കിലും ഇത് അറിഞ്ഞിരിക്കുന്നതല്ല. ഈ ക്ഷേമരാജൻ എന്ന് പറയുന്ന ആചാര്യന്റെ പ്രത്യേകിച്ച് ഞാൻ ഹൃദയം പോലുള്ള ഒരുപാട് ഉപഗ്രന്ഥങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. ഈ തന്ത്രാലോകത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നതിലെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവങ്ങളെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആചാര്യൻ അഭിനവഗുപ്താചാര്യൻ. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഉപായങ്ങളെ കുറിച്ചും 36 തത്വങ്ങളെക്കുറിച്ചും അഷ്ടാംഗ യോഗയും അതുപോലെ ശിവശക്തി സാമരസ്യത്തെക്കുറിച്ചും ഒക്കെ വിശദമായി പറയുന്നുണ്ട്. അഭിനവഗുപ്ത ആചാര്യന്റെ പ്രധാനപ്പെട്ട കൃതികള് തന്ത്രാലോകം, തന്ത്രസാരം, ഈശ്വര പ്രതിവിജ്ഞ വിമർശിനി, അഭിനവ ഭാരതി, ധ്വന്യാലോക ലോചന, പരമാർത്ഥ സാരം, പരമാർത്ഥ ദ്വാദശികാ വിവൃത്തി, ഭഗവത്ഗീതാത്ത സംഗ്രഹം,
ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലക്ഷ്മൺ ജൂ എന്ന് പറയുന്ന ആചാര്യൻ പിന്നീട് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ വേറെ കുറച്ചുകൂടെ വ്യക്തമായ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ശിവസൂത്ര വിമർശിനി, ശിവസൂത്ര വർത്തിക, മാർത്ഥമഞ്ജരി, സ്തവചിന്താമണി ഇങ്ങനെയൊക്കെയുള്ള ഉപഗ്രന്ഥങ്ങളും ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. ഉപായങ്ങളെ കുറിച്ച് പ്രധാനമായി സിമ്പിളായിട്ട് നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന കാര്യമാണ്. 4 ഉപായങ്ങളെ കുറിച്ച് കാശ്മീരി ശൈലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എളുപ്പം വരുന്നത് ഈ 4 ഉപായങ്ങളാണ്. 36 തത്വങ്ങൾ വരും. അതോടൊപ്പം തന്നെ വരുന്ന സംഗതിയാണ് 4 ഉപായം. കാരണം ഈ 36 തത്വങ്ങളെ അനുഭവിക്കാനാണ്, പ്രായോഗികമായി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള മാർഗമായിട്ടാണ് ഈ 4 ഉപായങ്ങളെ അവതരിപ്പിക്കുന്നത്. ഉപായങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ടെക്നിക്സ് അല്ലേ? തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ടെക്നിക്സ് അല്ലേ? അപ്പോൾ ആ ഉപായങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആണവോപായം, ശാംഭവോപായം, ശാക്തോപായം, അനുപായം, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരിക. അപ്പോൾ അതിൽ ആണവം എന്നാൽ പരിമിതമായ അറിവിനെയാണ്, അണുവിനെ സംബന്ധിക്കുന്നത്. ആണവം നമ്മുടെ ഈ ശരീരമൊക്കെ അണുവാൽ നിർമ്മിതമാണ്. അപ്പം എത്ര കാലം മുന്നേ അണുക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ആലോചിച്ച് നോക്കണം അല്ലേ? ആറ്റം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിന്റെ ഏറ്റവും അടിസ്ഥാന നിർമ്മാണ സാമഗ്രിയാണെന്ന് എത്രയോ വർഷം മുമ്പ് ആചാര്യൻ ഒരു മൈക്രോസ്കോപ്പും ഇല്ലാതെ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ആറ്റത്താൽ നിർമ്മിതമാണ്, അണുവാൽ നിർമ്മിതമാണ്. ആ ആണവോപായം, അണുവാൽ സംബന്ധിച്ച് നിർമ്മിക്കപ്പെട്ട ഈ ലോകത്തെ സാക്ഷാത്കരിച്ചും അറിഞ്ഞുകൊണ്ട് അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്ന വാക്ക്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാര്യം എന്താണ്? എനിക്കറിയാവുന്ന അണുവാൽ നിർമ്മിതമായ ഈ ലോകം ഞാനും നിങ്ങളും നിൽക്കുന്ന ലോകമാണ്. കാശ്മീരി ശൈവത്തിന്റെ പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും പ്രാധാന്യം തന്ത്രാലോകത്തിന് വരുന്നത്, അഭിതവഗുപ്താചാര്യന് വരുന്നതെന്ന് പറഞ്ഞാൽ, അതുവരെ നമ്മൾക്ക് ഒരു കീറാമുട്ടിയായിരുന്ന ഈശ്വരനെ പ്രായോഗികമായി ആളുകൾക്ക് അനുഭവിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുകൊണ്ടുവരുന്നു. കാരണം ചില ആളുകൾക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവത്തില്ല. അതായത് സാധാരണ ആളുകൾക്ക് സാധാരണ ബുദ്ധിയിലൂടെ അറിയാൻ ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണ്? അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു, തത്വമസി, അത് നീയാകുന്നു, അയം ആത്മബ്രഹ്മ അല്ലെ, ഞാൻ ബ്രഹ്മമാകുന്നു, പ്രത്യക്ഷം ബ്രഹ്മ, ഇങ്ങനെയുള്ള മഹാവാക്യങ്ങളിലൂടെ ഈശ്വരനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു ഈശ്വരനിൽ നിന്നാണ് നമ്മൾ ആദ്യമേ തുടങ്ങുന്നത്. ഈ കാണുന്നതെല്ലാം പരമാത്മാവായ ഈശ്വരനാകുന്നു. പരമാത്മാവായ ഈശ്വരനെ ഒന്നും കണ്ട് പരിചയമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതെന്താണ്? അത് ഈശ്വരനാണ്, അത് ബ്രഹ്മമാണ്. പറയുന്നത് നല്ലതാണ്? ഇല്ല. പക്ഷെ സാധാരണ ആളിന് മനസ്സിലാവും. പക്ഷേ തന്ത്രം തുടങ്ങുന്നത് എനിക്ക് ഈശ്വരനെ ഉണ്ടോന്ന് അറിയത്തില്ല. എനിക്കറിയാവുന്ന ഈ ശരീരം, ഈ ലോകം, എൻ്റെ വീട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഇന്ദ്രിയങ്ങൾ, കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ എനിക്കറിയാം. നീ അവിടെ തുടങ്ങിയാൽ മതിയാവേ. നിനക്ക് അതറിയുന്നത് അവിടെ തുടങ്ങിയാൽ മതി. നിന്റെ അന്വേഷണം അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. നിനക്ക് അറിയാവുന്നതിൽ നിന്നാണ് കൂടുതൽ അറിവിലേക്ക് എത്തുന്നത്. അറിയാൻ വയ്യാത്ത ഒന്നിൽ നിന്ന് അറിവിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ആണവ ഉപായത്തിന്റെ പ്രസക്തി മനസ്സിലായോ? പൂജ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെഡിറ്റേഷൻ പോലെയാണോ? നമ്മൾ ചെയ്യുക പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെടുത്തി ആ ഒരു സാമരസ്യത്തിലൂടെ, ആ ഒരു കണക്ഷനിലൂടെ പ്രാണന്റെ ഒഴുക്കിനെ നിരീക്ഷിച്ചുകൊണ്ട് പ്രാണൻ എങ്ങനെ നമ്മളിലൂടെ ഒഴുകുന്നു കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുന്നു. ആദ്യം പൂജ കഴിക്കുമ്പോഴൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ ഇങ്ങനെ അതൊക്കെ കാണിക്കും, നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് കാണിക്കും. പിന്നെ പ്രാണൻ ഒഴുകാൻ തുടങ്ങുമ്പോഴാണ് പ്രാണൻ സാധനം ഉണ്ടെന്ന്, അത് ഒഴുകുന്നുണ്ടെന്ന്, അതാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതൊക്കെ മനസ്സിലായി ആചാര്യന്മാർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തും. അപ്പൊ നമുക്ക് ഈ കാശ്മീരി ശൈവം കൃത്യമായി എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. തിയറി പഠിക്കുന്നതല്ല, ആ തിയറി പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആകത്തുള്ളൂ പലരും.
ആവശ്യമില്ലാതെ തീരെ പഠിച്ചിട്ട് ഇതൊക്കെ എപ്പോൾ പഠിച്ച് തീരാണ്, ഇതൊക്കെ എന്ത് പഠിക്കും, എനിക്കൊന്നും അറിയത്തില്ലല്ലോ എന്നൊരു കോംപ്ലക്സ് തോന്നുന്നു. എന്നിട്ട് വിഷമം വരും, ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ എന്നാ ആവാനാ അല്ലേ. അറിവിന് അങ്ങനൊരു പ്രശ്നമുണ്ട്. ഒരുപാട് അറിവ് കിട്ടിക്കഴിയുമ്പോൾ കൺഫ്യൂഷൻ കൂടും അല്ലേ. അപ്പോ നമ്മുടെ ഒരു സുഹൃത്ത് കൃത്യമായി മുഖത്ത് നോക്കി കാര്യം പറയും. ഭയങ്കര ഉപാസന, ദേവി ഉപാസന. മുഖത്ത് നോക്കിയിട്ട് കാര്യമെല്ലാം പറയും. അത് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള പ്രശ്നം മാറും. പുള്ളിയുടെ അത്രയും ഭംഗിയായിട്ട് ഒരു ജ്യോത്സ്യന്, നല്ല പഠിച്ചൊരു ജ്യോത്സ്യന് പറയാൻ പറ്റത്തില്ല. പുള്ളി ഒരിക്കൽ പോയി ജ്യോതിഷം പഠിച്ചു. നമ്മുടെ ചേട്ടൻ പറഞ്ഞു ഇനി അവൻ്റെ കാര്യം പോക്കാം. അതുപോലെ സത്യം. പിന്നെ പുള്ളിക്ക് ഒരു വർക്ക് ചെയ്യുന്നില്ല. പുള്ളി നിയമമൊക്കെ നോക്കി വരുമ്പോൾ ദേവതയായിട്ടുള്ള ബന്ധമൊക്കെ അവിടെ കിടക്കും. കണ്ണൻ നല്ലൊരു ഒരു കുന്തവും വർക്ക് ചെയ്യുന്നില്ല. അതും പോയി ഇതും പോയി ദേവത ബന്ധം പോയി. ഇപ്പൊ പറയുന്നതൊക്കെ തെറ്റുക. കാരണം അയാൾ ഈ കുജൻ എവിടെ നിൽക്കുന്നു, ശുക്രൻ എവിടെ നിൽക്കുന്നു, രാഹു 7ാം ഭാവത്തിൽ അഷ്ടമാധിപൻ നിൽക്കുന്ന ഉടനെ അങ്ങനല്ലേ പറയാൻ. ഇപ്പൊ ഒന്നുമില്ല, മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ പ്രവൃത്തി വന്നിരിക്കുമ്പോഴേ കാര്യം പറയും. അത് കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾ ഈ നിയമം എല്ലാം കൂടി ആകണം, നിയമം എല്ലാം കൂടി പഠിച്ച് എന്ന് പറഞ്ഞിട്ടാണ് പല ഉപാസകരും കാശ്മീരി ശൈലിയൊക്കെ വളരെ കാര്യമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ ദേവിയായിട്ടൊന്നും ഒരു ബന്ധമില്ല, ആകെ കൺഫ്യൂഷനാണ്. അങ്ങനെ വരും. അതാണ് നമ്മൾ ഇതിനകത്ത് എന്ത് പറയുന്നത്, പ്രായോഗിക കാശ്മീരി ശൈവ സിദ്ധാന്തം ഞാൻ നമ്മൾ അതിനകത്തേക്ക് ചെയ്യുന്നത് പ്രായോഗികമായി ഇത് പഠിക്കണം. മനസ്സിലായി? ഇനി ഇത് വേറൊരു സാധനമായിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ നായകല്ലേ കൊതിയാ തേങ്ങാന്ന് പറഞ്ഞ് തലയിൽ ഇതുമായിട്ടൊന്നും കൺഫ്യൂഷൻ ആവത്തില്ല, വർക്ക് ചെയ്യത്തില്ല. അത് മാത്രമല്ല അത് ഉപദ്രവമാവും. മറ്റേ മര്യാദക്ക് ദേവിയെ നാമം ചോദിച്ച് വായിച്ച് സിദ്ധി വരെ ആയിരുന്ന ആൾക്കാർ ഇത് പഠിച്ചു കഴിയും. ഭയങ്കര പ്രശ്നമാണ്. സിമ്പിളായിട്ട് ദൈവം വളരെ സിമ്പിളാണ്. ഓഷ പറഞ്ഞിട്ടോ, മാൻ ഈസ് മേക്കിംഗ് കോംപ്ലിക്കേറ്റഡ് ദി ഗോഡ്. മനുഷ്യൻ ദൈവത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ആവശ്യമില്ല. ഗോഡ് ഈസ് ലൈക്ക് എ ട്രീ, ലൈക്ക് എ ബേർഡ്, ലൈക്ക് എ റിവർ. അദ്ദേഹം പറയുന്നതാണ്. ദൈവം എന്ന് പറഞ്ഞ ഒരു പുഴ പോലെ, മല പോലെ, പുഷ്പം പോലെ, പൂ പോലെ ലളിതമാണ്, സ്വാഭാവികമാണ്. അതിനെ മനുഷ്യൻ അവൻ്റെ ഈഗോ കൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി കഷ്ടപ്പെട്ട് നേടിയെടുക്കുമ്പോൾ അവൻ്റെ ഈഗോയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ, കീഴടക്കുമ്പോൾ. അങ്ങനെ ദൈവത്തെ കീഴടക്കാൻ മനുഷ്യൻ നടക്കുന്നു. ശരിയല്ലാന്ന് പറയാം. അങ്ങനെ കീഴടക്കുന്ന രീതിയിലേക്ക് ഇത് വരാൻ പാടില്ല എന്ന് ബന്ധമുണ്ട്. അതുകൊണ്ട് ഇത് തിയറി ആയിട്ടല്ല കേൾക്കേണ്ടത്, ഇതെങ്ങനെ പ്രായോഗികമായി നമ്മൾ. അപ്പം ആണവോപായം എന്ന് പറഞ്ഞാൽ എന്താണ്? അണുവിനെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ പൂജ സാമഗ്രികളൊക്കെ വെച്ച് ധൂപം, ദീപം, പുഷ്പം, ചന്ദനം, ആണവോപായമാണ് നമ്മൾ രാവിലെ കണ്ടത്. കാശ്മീരി ശൈവ സിദ്ധാന്തം കണ്ടോ? അത്ര പ്രാക്ടിക്കലാണ് സംഭവം. ഇത് ഇങ്ങനെ കണക്ട് ചെയ്യാതെ ആണവോപായത്തെ കുറിച്ച് അരമണിക്കൂർ സംസാരിച്ചാൽ ഈ സാധനം മനസ്സിലാവൂ. ഇപ്പൊ തന്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി ആണവോപായം. ശാക്തോപായമാണ് രണ്ടാമത്തേത്. ശാക്തോപായമാണ് രണ്ടാമത് ചെയ്തത്. എന്ത്? ശക്തിയെ സംബന്ധിക്കുന്നത്, നമ്മുടെ പ്രാണനെ സംബന്ധിക്കുന്നത്. പ്രാണൻ എന്ന് പറഞ്ഞ ആദിപരാശക്തിയെ നമ്മൾ വിഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നു, കലശത്തേക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കലശവാടി വിഗ്രഹത്തിലാരിയപ്പോൾ അങ്ങോട്ട് വന്നു എന്നൊക്കെ പറയുന്ന ആ പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രാണോർജ ചൈതന്യത്തെക്കുറിച്ചാണ്, അതിനെക്കുറിച്ചാണ് ശാക്തോപായം എന്ന് പറയുന്നത്. നമ്മൾ എനർജി സെൻഡ് ചെയ്തു, നിങ്ങൾ ജപിച്ചു. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായത്. ശാക്തോപായം എങ്ങനെ പ്രാണനാണ് പറയുന്നത്. അത് വെച്ചാണ് നമ്മൾ കോയിലൊക്കെ മൂവ് ചെയ്യിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടില്ലേ, ദൂരെ നിന്നിട്ട്. അതാണ് പ്രാണൻ. ഈ പ്രാണനെയാണ് നല്ല ദേവതകളും ചീത്ത ദേവതകളും പ്രാണനെ എടുക്കാനാണ് മത്സരിക്കുന്നത്. നമ്മുടെ പ്രാണനെയാണ് അവർക്ക് വേണ്ടത് അല്ലേ? അതുകൊണ്ട് നമ്മൾ നല്ല ദേവതകൾക്ക് പ്രാണൻ കൊടുത്ത് പരിപോഷിപ്പിക്കണം. അവരിങ്ങനെ മനസ്സിൽ പിടിപ്പിച്ച് നിർത്തണം, വലുതാക്കി നിർത്തണം. പ്രാണൻ കൊടുത്ത് വലുതാക്കി നിർത്തണം. അപ്പൊ ആ ദേവതയ്ക്ക് എന്ത് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും? പായസം വെച്ചു, പാൽപ്പായസം വെച്ചു, ത്രിമധുരം വെച്ച് നേരിച്ചു. പായസം സ്വാഹ, പാൽപ്പായസം സ്വാഹ, ത്രിമധുരം സ്വാഹ. ഇങ്ങനെയാണ് പറഞ്ഞത്. പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, ഓം ജ്ഞാനായ സ്വാഹ, ഓം ഉദാനായ സമാനായ പഞ്ചപ്രാണനെയാണ് ദേവതയ്ക്ക്. ആ പ്രാണനെ കൊടുത്ത് ദേവതയെ വലുതാക്കി അതാണ് ശാക്തോ
ഉപായത്തിൽ ചെയ്യുന്നത്. ശാക്ത ഉപായത്തിൽ ചെയ്യുന്നത് പ്രാണനെ പരിപോഷിപ്പിച്ച്, പ്രാണനെ നിയന്ത്രിച്ച്, പ്രാണനെ എങ്ങനെ നമ്മള് ഒരു വരുതിയിലാക്കാം. ഈ പ്രാണൻ തിരിഞ്ഞു മറിഞ്ഞു പോകുന്നതുകൊണ്ടാണ് നമുക്ക് ദുരിതം വരുന്നത്. പ്രാണന്റെ ശക്തി നമുക്ക് എതിരായി മാറുകയാണ്. നമ്മൾ അറിയുന്നത് പലരുടെയും ശത്രു മിത്രവും അവന് പണം തന്നെയാണ്. പണം കൂടി കഴിയുമ്പോഴാണ് പലർക്കും ബുദ്ധിമുട്ടുകൾ കൂടുന്നത്, അല്ലെ? പലരുടെയും ഗുണങ്ങളാണ്. ചിലർ നന്നായിട്ട് സംസാരിക്കും, അവരുടെ ഗുണമാണ്, അവരുടെ ദോഷം സംസാരം കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെ? ഹലോ ഹലോ. ചില ആളുകൾക്ക് ശരിയല്ലേ, ചില ആളുകളുടെ ഏറ്റവും വലിയ ഗുണം എല്ലാവരെയും സ്നേഹിക്കും എന്നുള്ള ദോഷം. എല്ലാവരും ഭയങ്കര ആത്മാർത്ഥത, ചിലർക്ക് അവരുടെ ഗുണം അതാണ്, ദോഷം അല്ലേ? ചില ആളുകൾക്ക് ഭയങ്കര സിമ്പതി ആളുകൾ, അവരുടെ ഗുണം അതാണ്, ദോഷം. എല്ലാം അല്ലേ? ആചാര്യനോട് ചോദിച്ചു എന്താണ് വിഷം? മഹാവീരനോടാണ് തോന്നുന്നു പറഞ്ഞു കൂടുതലുള്ള ഒരു മനുഷ്യന് ആവശ്യത്തിൽ കൂടുതലുള്ള എന്താണോ അതാണ് വിഷം. ഷുഗർ ആവശ്യത്തിൽ കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം, അല്ലേ? അപ്പോ ഇത് കൃത്യമായ രീതിയിൽ ഊർജം. ചിലരുടെ ഗുണം എന്താ? അവരുടെ കുണ്ടലിനി റൈസിങ്, കുണ്ടലിനി ഊർജമാണ്. ദോഷം അത് വഴി തെറ്റി പോയി കഴിയുമ്പോൾ ഇല്ലാത്ത ഉറക്കമില്ല, ആദ്യം ഉറക്കം പോകും. സാറേ ഞാൻ 3 ദിവസമായിട്ട് ഉറക്കമില്ല, എനിക്ക് എന്തൊരു എനർജി അറിയാം, ഒരു ക്ഷീണമില്ല സാർ. പ്രശ്നമാകും ആഴ്ച, പ്രശ്നമാണ്. ഇത്രയും വേഗം ജപമൊക്കെ കുറച്ച്, മെഡിറ്റേഷനൊക്കെ കുറച്ച് ഉറങ്ങണം. സാറേ എനിക്ക് ഭയങ്കര ആനന്ദമാണ് സാർ. ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഉറങ്ങണം. സാറിനത് പറഞ്ഞു മനസ്സിലാക്കാം. സാർ നമുക്ക് 3 ദിവസമായി എനിക്ക് ഉറങ്ങാൻ എന്തെങ്കിലും നോക്കും. 3 ദിവസമായിട്ട് ഉറങ്ങിയില്ല, എന്തെങ്കിലും കുഴപ്പമില്ല. പ്രശ്നമാണ്. പക്ഷെ എനിക്ക് ജപിക്കാതെ ഒരു ദിവസം പോലും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അത് അങ്ങനെ തന്നെ വേണം. പക്ഷെ ഇപ്പോൾ 2 എണ്ണം 3 എണ്ണം എല്ലാം ജപിച്ചാൽ മതി. സാറേ അങ്ങനെയല്ല, എനിക്ക് ജപിച്ചില്ലെങ്കിലാണ് പ്രശ്നം. ജപിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഉറക്കമില്ല, നമുക്കൊന്ന് കോം ഡൗൺ ചെയ്യിക്കണം. മെഡിറ്റേഷൻ പ്രത്യാഹാരം ചെയ്യണം. അതൊന്നും ഞാൻ ചെയ്യാറില്ല, അതൊന്നും വേണ്ടത്. എനിക്ക് ഈ ഹാപ്പിനെസ്സിനല്ലേ നമ്മളതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പിനെസ്സിന് വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നത്. കാരണം അറിയാമോ, ഞാൻ എന്തുമാത്രം ഉറക്കമില്ലാത്ത രാത്രികളിൽ ബുദ്ധിമുട്ടിയ മനുഷ്യനാണ്. ആൻസൈറ്റി സ്ട്രെസ്സും കൊണ്ട് ഇപ്പോൾ ഉപാസന ചെയ്ത് എനിക്കിപ്പോൾ ഭയങ്കര സുഖം, ആനന്ദമാണ്. ഇതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത്ര ആനന്ദമാണ്. ചാടി തുള്ളാനൊക്കെ തോന്നും. ജപം കുറയ്ക്കണം, അപ്പം മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യുന്ന പ്രശ്നം എന്തിനാ? ഞാൻ ആനന്ദം ഇത്രയും അനുഭവിക്കുന്നത് അതിനുവേണ്ടിയല്ലേ മെഡിറ്റേഷൻ ചെയ്യും. നല്ലൊരു പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരു കുഴപ്പമില്ല സാറേ, എനിക്ക് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ എത്ര നാൾ കഷ്ടപ്പെട്ടത്. എന്നാത്തിനെങ്കിലും ആട്ടി പിറ്റേന്ന് വൈകിട്ട് സാറേ എന്തുണ്ട് വിശേഷം? ഞാൻ മനസ്സിലായി. എന്താ? പുഷ്പഗിരിയിൽ അഡ്മിറ്റ്. എന്താ? അപ്പുറത്തെ വീട്ടിൽ 2 ജനലിൻ്റെ ചില്ലും തല്ലി പൊട്ടിച്ച് അമ്മാവനെ അടിച്ചു. അയാൾ തലയിറങ്ങുന്ന അയാളും എൻ്റെ കൂട്ട് അപ്പുറത്തെ കാർഡിലുണ്ട്. ഞാനൊരു സൈക്കാട്രി വാർഡിലാന്നുള്ളൂ. ആണോ? ഞാൻ പറഞ്ഞില്ല. കൈ അതെന്താ? ആനന്ദമാണെന്നൊക്കെ പറഞ്ഞു. ആനന്ദമായിരുന്നു. അമ്മാവൻ വന്ന് എന്നെ തെറി വിളിച്ചപ്പോൾ എൻ്റെ കണ്ടുകൾ പോയി. ഈ എനർജി മുഴുവൻ അങ്ങനെ നെഗറ്റീവായിട്ട് എനിക്ക് ആനന്ദം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്ക് തന്നെ എനിക്ക് ദേഷ്യവും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയും. ആയി മാറി തല്ലി പൊട്ടിച്ചു. 3 ജനലിന് ചെയ്യും. അമ്മാവൻ്റെ മോന്റെ ഒരു പരിചയമുണ്ട്. അങ്ങനെ ഉണ്ട് സാറേ ആനന്ദം. ആനന്ദം ഭയങ്കര ആനന്ദം. കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് പറഞ്ഞു ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഈ കഥ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഭാര്യ പറഞ്ഞു ഇന്നത്തോടെ നിർത്തിക്കോളാം. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഡെവലപ്പ് ചെയ്ത
ശാക്തവുമായും എല്ലാം അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കണം. കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡെവലപ്പ് ചെയ്യണം. എല്ലാം കിട്ടും, എല്ലാം നേടാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയാൽ ചിലത് എളുപ്പം ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് എളുപ്പം വേണം എന്നുള്ളവരില്ല നമ്മുടെ പ്രശ്നം. അപ്പം പ്രധാനപ്പെട്ട ശാക്തോപായം അത് കിട്ടിയല്ലോ. ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് അഷ്ടാംഗ യോഗയിലോ വൈദികത്തിലോ ഒന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതാണ് തന്ത്രത്തിന്റെ പ്രസക്തി. ഈ ഗ്രന്ഥങ്ങളുടെ ഈ സിസ്റ്റത്തിന്റെ പ്രാധാന്യം എന്താ? ലോകത്ത് ഇത്രയും ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം വേറെ ഒന്നിലും. അതുകൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നത്. നമ്മൾ മരിച്ചു പോകുന്നതിനിപ്പോൾ ഇത് എല്ലാവരിലും എത്തിക്കണം. അതാ നിങ്ങളുടെ വീട്ടിൽ ആളുകളെ വിളിച്ചില്ല പ്രശ്നം കൂടണമെന്ന് ഞാൻ പറയുന്നത്. അത് ആദ്യം മടിയാ. അതേപോലെ ഈശ്വരനെ അറിയാൻ പറ്റും. ഇവിടെ സിമ്പിളായിട്ട് ഈ രീതിയിൽ ഈശ്വരനെ അറിഞ്ഞപ്പോൾ മറ്റൊരു മേഖലയിലും അത് പറ്റത്തില്ല. ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല, സയന്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. അതാണ് ഈ പദ്ധതിയുടെ പ്രത്യേക. ആണവമായ ശാക്തവുമായും മറ്റത് ശാംഭവുമായും. ശാംഭവം എന്ന് പറഞ്ഞാൽ ശാംഭവി എന്നാണ് വിളിച്ചത് അല്ലെ? ശാംഭവം എന്ന് പറയുന്നത് ശംഭുവിനെ സംബന്ധിക്കുന്നത്. ശംഭു ആരാം? ശിവൻ. ശംഭു എന്ന് പറയുന്ന സംഭൂത ശിവാ ആനന്ദകാരണി ദേവി. ശംഭുവിന്റെ നയനത്തിൽ നിന്നാണ് ഭദ്രകാളി ഉണ്ടായെന്ന് പറയുന്നത്. ഭദ്രകാളിയുടെ നാമത്തിൽ പറയുന്നു. അപ്പോ ശിവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമ്മുടെ അപരിമിതമായ ബോധത്തിനെയാണ്. നമ്മുടെ ബോധം അപരിമിതമാണ്, അഖണ്ഡമാണ്, മുറിക്കാൻ പറ്റാത്തതാണ്. അതാണ് ശിവബോധം. അത് അനന്തമായിട്ട് ഈ ശിവബോധം ആണ്. അനന്ത ശിവബോധത്തിനെയാണ് ശിവൻ എന്ന് പറയുന്നത്, ശംഭു. ഈ ബോധം വർദ്ധിപ്പിക്കാനുള്ള അതാണ് നമ്മൾ ചെയ്ത മെഡിറ്റേഷൻ. ലാസ്റ്റ് നമ്മൾ ചെയ്തില്ല, എല്ലാവരും ഇന്ദ്രിയങ്ങളെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞു. ടച്ച്, സ്മെല്ല്, സൗണ്ട് ഇതിനൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. അവിടെ ശക്തിയുണ്ടോ? ശക്തിയിലേക്കല്ല നമ്മുടെ ശ്രദ്ധ. ആണോ? നമ്മുടെ ഉള്ളിലുള്ള ബോധത്തോടെ ഇന്ദ്രിയങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോധം അകത്തേക്ക് കയറാൻ തുടങ്ങും. ചിന്തകളുള്ളപ്പോൾ ഇത് പുറത്തേക്ക് പോകും. നമ്മുടെ ഞാനുള്ള ബോധം മൂവ് ചെയ്യുന്നതാണ് ശക്തി. ശിവന്റെ മൂവ്മെന്റിനെയാണ്, സ്പന്ദനത്തെയാണ് ശക്തി എന്ന് പറയുന്നത്. ആ ശക്തിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ 64 കാമകലകളായിട്ട് വികസിച്ചിരിക്കുന്നു എന്നാണ് സ്പന്ദകാരിക എന്ന കാശ്മീരി ശൈല സിദ്ധാന്തത്തിലെ ഗ്രന്ഥം പറയുന്നത്. 64 കാമകലകളായിട്ട് 64 കോടിയാണ്. കോടി യോഗിനി ഗണസേവിത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായപ്പോ 64 കോടി യോഗിനികൾ. യോഗിനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണങ്ങളുടെ വൈബ്രേഷൻ ഫീൽഡ്. സത്വരജസ് തമസ്സായിട്ടിരിക്കുന്ന ശുദ്ധബോധത്തിൽ നിന്ന് 3 ഡിവിഷനിലേക്ക് വരുന്ന അല്ലേ, സാത്വികം, രാജസികം, താമസികം. 3 ഗുണങ്ങളായിട്ടാണ് പ്രാണൻ വർക്ക് ചെയ്യുന്നത്. നമ്മളതിനെ സെൻഡ് ചെയ്യുമ്പോൾ, ആ പ്രാണനെ അയക്കുമ്പോൾ ഒരാൾക്ക് ദോഷം വരണമെന്ന് അയക്കുന്ന ആ വിചാരം കൂടോത്രമൊക്കെ ചെയ്യുന്നത് അതാണ് നെഗറ്റീവ്, താമസികം. നല്ലത് വരണമെന്ന് പറഞ്ഞ് അനുഗ്രഹമായിട്ട് അയക്കുന്നത്, നമ്മൾ മുമ്പേ അയച്ചവത്ത് സെൻഡ് ചെയ്യുന്നതാണ് സാത്വികം. ഇനി ഇടയ്ക്ക് ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന രാഗത്തിൽ നിന്നും ജനിച്ചത് രജോ ഗുണം. സാത്വികം, രാജസികം, താമസികം 3 രീതിയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടി ഉൾപിരിവുകളായിട്ട് സാത്വികം, രാജസികം, രാജസിക സാമസികം, താമസിക സാത്വികം എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പിന്നീട് വരുന്ന ഡിവിഷൻസ് ആയിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ 3 3 6 6 3 9 ഇങ്ങനെ ആറ്റത്തിന്റെ വിസ്ഫോടനത്തിന്റെ തീയതി പോലെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പ്രപഞ്ചം മുഴുവനായിട്ട് കാണപ്പെടുന്ന അവസ്ഥയിലാണ് 3 × 3 കോടി കണക്കിന് 30 കോടി ദേവതകളായിട്ട് പ്രപഞ്ചം കാണപ്പെടുന്നത്. അഥവാ 4 കോടി കാമകലകൾ, കോടാനുകോടി കാമകലകളായിട്ട്. കാമം ആഗ്രഹമാണ് ശക്തി അല്ലേ? ശുദ്ധബോധ ശിവബോധത്തിൽ നമ്മളിങ്ങനെ ചാരുകർഷകരിൽ വീട്ടിലിങ്ങനെ സിറ്റ് ഔട്ട് കിടക്കുന്നു, ഒരു സ്പന്ദനവുമില്ല. ശുദ്ധ ശിവബോധത്തിൽ പൂർണ്ണമായിട്ട് ഹാപ്പിയായിട്ട് കിടക്കുക. അപ്പൊ അയൽവക്കക്കാരനൊരു പുതിയ കാർ വാങ്ങിച്ചോണ്ടിങ്ങനെ ആഗ്രഹമായിട്ട് സ്പന്ദനങ്ങൾ തുടങ്ങുകയാണ്.
ശ്രീചക്രത്തിന്റെ പ്രാദുർഭാവം. ശുദ്ധബോധമായ ബിന്ദുവിൽ നിന്ന്, ശുദ്ധബോധത്തിൽ നിന്ന് ഇച്ഛാശക്തി ആയിട്ട് ആ ഊർജം ആഗ്രഹമായിട്ട് വരുന്നു. ഉടനെ എന്ത് ചെയ്യും? അത് ഏത് കാറാപ്പാണ് ഗൂഗിളിനകത്ത് കയറി അടിച്ചു കിട്ടി. അതിൻ്റെ റേറ്റിംഗ് നോക്കി, അതിൻ്റെ റേറ്റ് നോക്കി, അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് നോക്കി, എവിടെ കിട്ടുമെന്ന് നോക്കി. ഇപ്പോൾ അത് ഏത് ശക്തിയായിട്ടായിരിക്കുന്നു? ജ്ഞാനശക്തി. ശക്തിയുണ്ട്. സ്വർണ്ണാഭരണം പണിയാൻ കൊടുത്ത് 1 കിലോ സ്വർണം കൊടുത്താൽ ആഭരണമായി പണിഞ്ഞ് കിട്ടിയാൽ അതിൽ സ്വർണവും ആഭരണവും ഉണ്ട്, അല്ലേ? ശരിയല്ലേ? സ്വർണമുണ്ട്, പക്ഷെ ഇപ്പോൾ അത് ആഭരണം കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇച്ഛാശക്തി ജ്ഞാനശക്തിയായി വരുന്നു, ശുദ്ധബോധമായ ബിന്ദുവിൽ നിന്ന്. അങ്ങനെ നമ്മൾ ഷോറൂമിൽ ചെന്ന് നോക്കി, ചുമ്മാ നോക്കാൻ പോയതാണ്. ഭാവിയിൽ എപ്പോഴെങ്കിലും വാങ്ങിക്കുന്നത്, ഇപ്പം ടൈറ്റാണ്. അപ്പോൾ സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് വിളിച്ച് പറയുന്നത്, സാറേ ഇപ്പോൾ എടുത്തില്ല, സാറ് മരിച്ചു പോകും. ആ ഇപ്പോൾ എടുത്തില്ല, സാറ് എത്തു പോകും. അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഇയാളെ കൊണ്ട് സാർ 1 രൂപ കൊടുത്താൽ മതി, EMI ആയിട്ട് അടച്ച് അറിയിച്ചാൽ മതി. സംഭവം വീട്ടിൽ വന്ന് ചെറിയോ 10 രൂപ ആയിട്ടുണ്ടോ കൊടുത്താൽ മതി, അതൊന്നും അറിയണ്ട. ജോലിയില്ലേ കൊണ്ട് സർക്കാർ ജോലിക്കാരാണ്. സർക്കാർ ജോലിക്കാരന് ലോൺ കിട്ടാൻ, അല്ലെ പൈസ ലോൺ കിട്ടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അടയ്ക്കാൻ ഒരു മാർക്കേ ഉള്ളൂ. അപ്പോൾ എടുപ്പിച്ച് കൈ പിടിപ്പിച്ചു. പിന്നെ ഈ 6ന്റെ താഴെയുള്ള ആൾക്കാർ വരുന്ന കാറുകളില്ല, സാറ് നമ്മൾ നമുക്ക് ചോദിച്ചു. അപ്പൊ ഈ കാറുമായിട്ട് തിരിച്ച് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ക്രിയാശക്തിയായി. ശരിയല്ലേ? അല്ലേ? എന്നിട്ട് പ്രപഞ്ചത്തിലേക്ക് കടക്കുന്നു. എങ്ങനെ ആ ശക്തി? ലൈറ്റ് ഇടുമ്പോൾ എന്താ എനർജിയായി? ഇലക്ട്രിക്കൽ എനർജിയായി. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയായി. സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ കൈനറ്റിക് എനർജിയായി. ഗിയർ ഇടുമ്പോൾ മെക്കാനിക്കൽ എനർജിയായി. നമ്മൾ ഈ 4 ഫോഴ്സേയും പഠിക്കുന്നുണ്ട്, അല്ലേ? എവിടുന്ന തുടങ്ങിയത്? ചാരുകസരം കിടന്ന് ശാന്തമായി സന്തോഷമായി കിടന്ന ശുദ്ധ ശിവബോധത്തിൽ ശക്തിയായിട്ട് രൂപാന്തരപ്പെടും. ശക്തി, അതാണ് ശിവൻ മൂവ് ചെയ്യുന്നതിനെയാണ് ശക്തി എന്ന് വിളിക്കുന്നത്. ശക്തി നിന്ന എന്താവും? ശിവനോ? അത്രോ? ശാംഭവോപായം, ശാക്തോപായം മനസ്സിലായല്ലോ. ആ ശാക്തോപായത്തിന് സാക്ഷീഭൂതമായിരിക്കുന്ന ബോധത്തെ തിരിച്ചറിയുന്ന അവസ്ഥയാണ് ശാംഭവോപായം. അതിലേക്കുള്ള ടെക്നിക്സാണ്. ഈ മെഡിറ്റേഷൻസ് ഒക്കെ അതിലാണ് വരുന്നത്. സമയാചാര ധ്യാനത്തിന്റെ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഈ 4 മെഡിറ്റേഷൻസ്. ഞാൻ ഭൈരവതന്ത്രത്തിൽ ഒരുപാട് മെഡിറ്റേഷൻ പറയുന്നുണ്ട്. 112ഓളം മെഡിറ്റേഷൻസ് പറയുന്നുണ്ട്. വിപ്ലവകരമായ രീതിയിലുള്ള റിസർച്ചാണ്. 20ഓളം മെഡിറ്റേഷൻസ് സെക്സുമായി ബന്ധപ്പെട്ടത്. സ്വയം ശരീരം വെച്ച് ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് ആനന്ദത്തെ, ബോധത്തെ അറിയുന്ന മെഡിറ്റേഷൻ മെത്തേഡ്സ്. അത്രയ്ക്ക് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഭാരതീയ രീതിയിലെല്ലാം. അപ്പൊ അത് ശാംഭവോപായം എന്ന് പറയും. ശാക്തോപായം, ഇതൊന്നുമില്ലാതെ അനുപായം എന്ന് പറയുന്ന 4ാമത്തെ മെത്തേഡ്. അത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് നേരിട്ട് ഉണ്ടാകുന്ന വളർച്ച. ഒരു ഗുരുവിനോടൊപ്പം നമ്മൾ താമസിക്കുകയാണെങ്കിൽ, അയാളോടൊപ്പം സഹകരിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ, ഈ ഉപായങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ അദ്ദേഹത്തിൽ നിന്ന് ആ ബോധ നിലവാരം നമ്മളിലേക്ക് ശ്രദ്ധിക്കണം. അത് റീഡ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി അനുസരിച്ച് ആളുകൾക്ക് വളർച്ചയുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് നടക്കുമ്പോൾ ഇവിടെ 100 പേരുണ്ടെങ്കിൽ 100 രീതിയിലുള്ള അവസ്ഥയിലായിരിക്കും ഇത് കിട്ടുന്നത്. ചിലർക്ക് നമ്മൾ പറയുന്നത് 100% മനസ്സിലാവും, അല്ലെങ്കിൽ 99 മനസ്സിലാവും. ചിലർക്ക് 1% മനസ്സിലാവും, ചിലർക്ക് 50%, ചിലർക്ക് 60%. അത് ആ ആളിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്. ഈ ശാംഭവോപായം, ശക്തോപായം, ആണവോപായം കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ, ഈ ക്വാളിറ്റിയിലെത്തുമ്പോൾ, അങ്ങനെ ശരിയായി നിൽക്കുമ്പോൾ, പൈതാളിക ന്യായം എന്ന് സംസ്കൃതത്തിൽ പറയും. എന്താണ്? കാക്ക വന്നിരുന്നപ്പോൾ പനം പഴം വീഴും. ഈ പനം പഴം പഴുത്ത് നിൽക്കുകയായിരുന്നു. അത് വീഴാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. കാക്ക വന്നില്ലല്ലോ, അത് വീഴും. അപ്പൊ കാക്ക വന്നിരുന്നോണ്ടാണോ അത് പഴുത്ത് നിൽക്കുന്നത് കൊണ്ടാണോ വീണത്? അതോ അടുത്ത് നിന്ന് എന്തൊരു വീഴാത്ത? രണ്ടുണ്ട്. രണ്ടുണ്ട്. മനസ്സിലായോ? ആ പക്ഷെ പഴുക്കാൻ പറ്റത്തില്ല. എത്ര വന്ന് കാക്ക വന്നിരുന്നാലും വീഴുവോ പഴുത്തില്ലെങ്കിൽ?
കാക വൈതാളിക ന്യായം വരും. അപ്പോ ഈ പഴുത്ത അങ്ങേയറ്റം എത്തി നിൽക്കണം. അപ്പോൾ ഒരു കുത്തുകൂടി കുത്തി കഴിഞ്ഞ് വീരും. മാർക്കറ്റിംഗിന്റെ ഇൻഷുറൻസിന്റെ സെയിൽസിലെ പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വലിയ സന്തോഷമായിട്ട് വന്ന് പറയുക, ഒരാളെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാനേജറൊക്കെ വന്ന് പറയുന്നത് കേട്ടോ, സാറേ ഞാൻ അവനെ അടിച്ച് പഴിപ്പിച്ച് കുത്തി ശരിയാക്കി കുത്തിക്കൊണ്ട് സാറ് ഒരു പുത്തട കുത്തി കഴിഞ്ഞ് വീട് സെയിൽസില് ഉപയോഗിക്കുന്ന വാക്കുകളെ അടിച്ച് പഴിപ്പിച്ച് കുത്തി ശരിയാക്കി നിർത്തിയിരിക്കുക. സാറ് പോയൊരു പുത്തട കുത്തി. അപ്പൊ അടുത്ത് നിൽക്കുന്നത് എന്തോന്നേ കുത്തിയിട പാങ്ങയോ പറഞ്ഞോട്ടെ. ആകെ വൈതാളിനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഒരു ന്യായപ്രകാരമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ അതിന് ഒരു കാരണമേ ഈ ആള് ശരിക്കും പഴുത്ത് നിൽക്കുക, അടിച്ച് പഴിപ്പിച്ച് നിർത്തി ശരിയാക്കി നിർത്തിയിരിക്കുക അല്ലേ? അതാണ് വർഷം പറയുന്നത്, തെറ്റായ ഗുരു നിങ്ങളെ ശരിയായ പാതയിൽ നയിക്കും. അയക്കാതെ വിവരമില്ലാത്തതാണെങ്കിലും നിങ്ങൾ ശരിയാണെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സാധന ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതൊരു പൊട്ടനാണെങ്കിൽ അയാൾ പറയുന്ന എന്തെങ്കിലും ഒരു സാധനം കത്തി നിങ്ങൾ സമാധിയിലേക്ക് എത്തും. അതുകൊണ്ടാണല്ലോ ഗൗതമൻ ഇനി സത്യകാമന് 1000 പശുക്കൾ 400 പശുക്കളെ കൊടുത്ത് വിട്ടു. ഉപനയനം കഴിഞ്ഞ് ആദ്യം പോയിട്ട് 1000 പശു ആകുമ്പോൾ തിരിച്ചു വരാൻ പറഞ്ഞു. 1000 പശു ആയ ദിവസം പശുക്കൾ സംസാരിച്ചു തുടങ്ങി എന്ന് പറയുന്നത്, അല്ലയോ സത്യകാമ, ഞങ്ങൾ 1000 ആയിരിക്കും എന്ന് പറഞ്ഞ് പുഴകളും മലയും പക്ഷികളും ഒക്കെ അദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനം പകർന്നു കൊടുത്തു. ആ ഈശ്വരന്റെ വലിപ്പം അതിന് മുന്നിൽ സ്വയം സമർപ്പിക്കപ്പെടുന്ന എപ്പോഴാണ്? അപ്പോൾ ഒരു കൊച്ചുകുട്ടി പോലും ഒരാൾക്ക് ബ്രഹ്മജ്ഞാനം പകർന്നു കൊടുക്കാൻ കാരണമായി തീരും നമ്മുടെ നാടാചാര്യന്മാർ. അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ഉപായത്തിന്റെ ആവശ്യമില്ലുണ്ടോ? ഒരു ടെക്നിക്കിന്റെ ആവശ്യമില്ല അല്ലേ? ബുദ്ധശിഷ്യനായ സുബൂതി കൂടെയുള്ളവർക്കെല്ലാം ബോധോദയം ലഭിച്ചിട്ടും ബ്രഹ്മജ്ഞാനം ലഭിച്ചിട്ടും സുബൂതിക്ക് മാത്രം ബ്രഹ്മജ്ഞാനം ലഭിച്ചില്ല. സുബൂതിയാകട്ടെ വർഷങ്ങളായിട്ട് ബുദ്ധനെ സേവിച്ച് ബുദ്ധന്റെ പാദം കഴുകി ബുദ്ധന് ഫുഡുണ്ടാക്കി കൊടുത്തു. എല്ലാം നിശബ്ദം ഗുരുവിനെ സേവിച്ചു കൊണ്ടേയിരുന്നു. ബാക്കി എല്ലാവരും ബോധോദയം നേടിയിട്ടും സുബൂതിക്ക് മാത്രം ബ്രഹ്മജ്ഞാനം കിട്ടിയില്ല, ആനന്ദനം കിട്ടിയില്ല. ഇവർ ആദ്യം വന്ന ആളുകളാണ്. പക്ഷെ ഒരു പരാതി ഉണ്ടായിരുന്നു, ആനന്ദന് പരാതി ഉണ്ടായിരുന്നു. എല്ലാവരും പോയി പോലെ ഞാൻ മാത്രം ഇങ്ങനെ അല്ലേ? പക്ഷെ സുബൂതിക്കില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം സുബൂതി ഒരു മരത്തിന്റെ ചുവട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ്. ഈ പ്രപഞ്ചം എന്ത് രസമാണ്. അതിൻ്റെ സാധാരണമായ ഒരു മൗനത്തിലേക്ക് സുബൂതി വീഴും, ഒരു ശാന്തതയിലേക്ക് വീഴും. അതുവരെ ഇല്ലാത്ത ഈശ്വരൻ്റെ ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് പാടായാലും മനുഷ്യൻ ഇങ്ങനെ ഒരു മരങ്ങളൊക്കെ ഉണ്ടാക്കി പരിപാലിക്കാൻ മനുഷ്യനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ എന്ത് ബുദ്ധിമുട്ട് അല്ലേ? പക്ഷെ നാച്ചുറലായിട്ട് ഇത്രയും നമ്മുടെ ഈ ശരീരത്തെ ഇത്രയും പേരുടെയും ബ്ലഡ് എടുത്ത് ഇങ്ങനെ എത്ര ഇത് വരും, എത്ര വലിപ്പമുണ്ടാവും അല്ലേ? ഇത്രയും പേരുടെ കോശങ്ങൾ എടുത്താൽ ഭൂമിയെ പലതവണ ചുറ്റാനുള്ള ബ്രെയിൻ ന്യൂറോൺ സെൽസ് എന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ വായിച്ചിട്ടുണ്ട് കൂടെ. അപ്പം എന്ത് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാര്യമൊക്കെ നടത്തി തരുന്ന ആളിൻ്റെ ഒരു വലിപ്പമൊക്കെ ആലോചിച്ച് ഞാൻ എത്ര ചെറുതാണെന്ന് ആലോചിച്ച് ഒരു സൈലൻസിലേക്ക് വന്നു, ഒരു ശാന്തതയിലേക്ക് വന്നു. അപ്പോൾ ഈഗോ ഇല്ലാത്ത അവസ്ഥയിൽ വന്നു. ഗൗതമന് സത്യകാമനുണ്ടായ അവസ്ഥ, മൃഗങ്ങളുടെ കൂടെ നടന്ന് 400 പശുക്കൾ 1000 ആയിട്ട് മറ്റൊരു മൃഗമായി മാറി. മനുഷ്യന്റെ ഈഗോസോ കാര്യങ്ങളൊന്നും ഇല്ലാതായി. അവന്റെ പേര് പോലും മറന്നുപോയി. ഒന്ന് ചിന്തിക്കണ്ടല്ലോ, പട്ടികളും പൂച്ചയും നടന്നാൽ പറയാം. അപ്പൊ ഈഗോ ഇല്ലാതെ ചിന്തിക്കുമ്പോഴല്ലേ ഈഗോ വരും എന്ന് പറഞ്ഞിട്ട് സുബൂതിയിലൊക്കെ ആലോചിച്ചു ഒരു മൗനത്തിലേക്ക് വീണു.
അപ്പോൾ മൗനത്തിലെ ദേവതകൾ സുബോധിയോട് പറഞ്ഞു, അല്ലയോ സുബോധി, നീ അന്ന് എത്ര മനോഹരമായിട്ടാണ് മൗനത്തെക്കുറിച്ച് സംസാരിച്ചത്, സൈലൻസിനെ കുറിച്ച് പറഞ്ഞത്. സുബോധി പറഞ്ഞു, ഞാൻ സൈലൻസിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങൊന്നും പറഞ്ഞതുമില്ല, ഞങ്ങളൊന്നും കേട്ടതുമില്ല എന്ന് ദേവതകൾ പറഞ്ഞു. അപ്പോൾ പുഷ്പങ്ങൾ മഴ പോലെ വർഷിക്കപ്പെട്ടു. സുബുദ്ധി എൻലൈറ്റഡായി ബോധോദയത്തിലേക്ക് ഉണർന്നു. അത്തരത്തിൽ എല്ലാ ഉപായങ്ങളും തീരുമ്പോഴാണ്, പൂർണ്ണമായൊരു ശൂന്യത വരുമ്പോൾ അനുപായം നമ്മളിൽ പ്രവർത്തിക്കുകയും നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതാണ് കാശ്മീര ശൈവ സിദ്ധാന്തത്തിലെ അനുപായം എന്ന് പറയുന്ന പദ്ധതി. അത് സ്വാഭാവികമായി സംഭവിക്കും ധ്യാനത്തിൻ്റെ പൂർണ്ണതയിൽ. അതിനുവേണ്ടിയാണ് നമ്മൾ ധ്യാനങ്ങൾ ചെയ്യുന്നത്. ചിദാനന്ദ ഘനശിവ, അവളാണ് എല്ലാത്തിൻ്റെയും ഉറവിടം എന്ന് പറയുന്നു. ശക്തി ശിവസ്യ കാമിനി, ശക്തി ശിവന്റെ കാമിനിയാണ്. ഈ ശ്ലോകത ശക്തിയും ശിവനും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ശക്തി ചക്രം ഇതം സർവം. ശക്തിപാദാത് ശിവോ ഭവേ, ശക്തിപാദം കൊണ്ട് ശിവനായി. ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ബോധം വരും. നമ്മുടെ മൈൻഡ് ശാന്തമായില്ലേ? ശക്തിപാദം കഴിഞ്ഞപ്പോൾ മൈൻഡ് ശാന്തമായല്ലോ കുറച്ച് നേരത്തേക്ക്. ഇപ്പൊ എല്ലാം പോയി. ചീസി അടയ്ക്കണം, റേഷങ്ങൾ തരണം വെച്ചത് ഈ വീട്ടിൽ ചെന്ന് തപ്പിയെടുക്കുന്നത്. കൊച്ചുങ്ങൾ വീട്ടിൽ വന്ന് കാണുന്നുണ്ട്, അവർ വല്ലതും കഴിച്ച് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസാനം കൊച്ചുങ്ങൾ നല്ലപോലെ ഇത്രയൊക്കെ നമുക്ക് ഒക്കെ വലുതാക്കി സീതയെ വിളിച്ചിട്ട് കഷ്ടപ്പെട്ടൊക്കെ അത്താവ് മരിച്ചു, എന്റെ ഭാര്യ മരിച്ചു, പിന്നെ കൊച്ചുങ്ങളെ കല്യാണം പോലെ കഴിക്കാതെ വളർത്തുന്ന കൊച്ചു സമ്മതിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. എന്നിട്ട് കൊച്ചിന് വേണ്ടി ജീവിച്ച് വലുതായി കഴിയുമ്പോൾ കൊച്ചു വല്ല തീവ്രവാദം. അപ്പൊ ഈ മോളെ നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം പറഞ്ഞില്ലേ, കല്യാണം പോലെ കഴിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും അങ്ങനെ പറഞ്ഞു. നാണുണ്ട്, ഒരു 5 വയസ്സുള്ള കുറച്ച് പറഞ്ഞൊക്കെ കേട്ടോണ്ട് ജീവിതം കഴിക്കാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞു. പുറമെ ഇങ്ങനെ കഴിഞ്ഞ് അറിയിക്കുക, പുറത്തുള്ളവർക്ക് സത്യം അനുകരിച്ച്, എന്നാ വീട്ടുകാരെയൊക്കെ പഠിച്ച് അവരോടൊക്കെ സ്നേഹം അനുഭവിച്ച് അഭിനയിച്ച് സന്തോഷിപ്പിച്ച് അവരെ ഉയർത്തി അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് ഹാപ്പിയായിട്ട് അവരെ കൂടെ നിർത്തി സുഖമായിട്ട് സമാധിയിലോട്ട് പോകാവുന്ന കാര്യമാണ്. ഇത് പുറത്ത് കിടന്നിങ്ങനെ അതായത് വലിയൊരു ഉള്ളിലൊരു ടാർഗറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം വിഷമമായിരിക്കും. എല്ലാവരും പറ്റിക്കൽ, സകലരും പറ്റിക്കൽ. ഞാൻ എൻ്റെ ഭാര്യ എത്ര ദിവസമായിട്ട് പറ്റിക്കും. അല്ല, അവൾ എന്നെ പറ്റിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പരാതിയില്ല. അതുകൊണ്ടോ നമ്മളൊരു ദിവസം നിഷേധിച്ച് നോക്കണം, അപ്പൊ അറിയാം. ആ നിഷേധിക്കുന്നില്ല, കുഴപ്പമില്ല, നമുക്ക് ശല്യം ചെയ്യാൻ പറ്റില്ല. നമ്മളെ അവർ ശല്യം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ധ്യാനിക്ക് എന്ത് വേണം ചെയ്യാം. അവരേക്ക് വേണ്ടത് കൊടുക്കാനുള്ള അവർക്ക് വേണ്ടത് പുകഴ്ത്തലാണ് വേണ്ടത്. അത് എനിക്ക് വേണ്ടത്. ഞാൻ പറയും എന്നെ കേട്ടൊരു പുകഴ്ത്തിക്കൊണ്ടു ചുമ്മാ ഇരിക്കുമ്പോൾ ചേട്ടനാളി വഴി കാണാൻ കൊള്ളാൻ എടുക്കണം ഭയങ്കര ബുദ്ധിയാണ്. സത്യം പറയും കേൾക്കാൻ ആരുമില്ല. ഇങ്ങനെ മുറ്റും തേങ്ങ ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ മറന്നു പോയാലും കുഴപ്പം നടത്തില്ല. വെഡിങ് ആനിവേഴ്സറിയൊക്കെ നടന്നു, ഡേറ്റ് ഓഫ് ബർത്ത് പോലും നടന്നു. അപ്പൊ വലിയ ശല്യം ഉണ്ടാക്കത്തില്ല. അത് ബാക്കി കൂടുതലൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പുറത്തുള്ള ആൾക്കാരെ ധ്യാനിക്കുന്നത് ഒറ്റപ്പെടുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ധ്യാനിക്കുന്ന ആളുകൾക്ക് നമുക്ക് മാത്രമേ നമ്മളെ മനസ്സിലാക്കാം.
ജീവിക്കാൻ തുടങ്ങും. ശ്രദ്ധിച്ച് ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാലും പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സത്യത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കും. അതിന് ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും സത്യത്തിന്. അങ്ങനെ നമുക്ക് ദൈവത്തെ ഉപകരിക്കത്തുള്ളൂ മനസ്സിലാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉപാദിച്ച് ഇങ്ങനെ പ്രാധാന്യം കൊടുത്ത് വരുമ്പോൾ എന്നെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഓർത്ത് വളരെ ശ്രദ്ധിച്ച് ബുദ്ധിമുട്ടും ജീവിക്കാൻ തുടങ്ങും. പക്ഷെ അപ്പോൾ പറ്റും ഫ്രീക്വൻസി അങ്ങ് മാറി ഹയറായി. ബാക്കിയുള്ളത് പറയുന്ന കോമഡി ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, ബാക്കിയുള്ളത് കൂടാൻ പറ്റില്ല. ഈ ആളിന് വരുന്ന പ്രാധാന്യം വരുന്ന കാര്യങ്ങളൊക്കെ മറ്റേ ആളുകൾക്കൊന്നും വലിയ പ്രാധാന്യം കാണത്തില്ല. ബാക്കിയുള്ളവർ വലിയ പ്രാധാന്യമായിട്ട് കാണുന്നത് ഇവർക്ക് വലിയ പ്രാധാന്യം കാണും. അവർക്ക് അപ്പഴത്തെ കാര്യം മാത്രമേ മറ്റുള്ളവർക്ക് ഇവർക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരിക്കും മുന്നോട്ട് വരും. ബോധപ്പൊടി വരുന്നുണ്ട്. കള്ളത്തിന് പ്രാധാന്യം, സത്യത്തിന് പ്രാധാന്യം കൂടും. മറ്റുള്ളവർ കള്ളം പറയുന്നത് വലിയ വിഷയം. അപ്പൊ ഇവർക്ക് കുറച്ച് കാശ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ മറ്റവർക്ക് കള്ളം പറയുന്നത് പ്രാധാന്യം. അപ്പൊ ചോദിക്കും കള്ളം പറയുന്നത് ചൂടാവും, ഇത്ര നിസ്സാരമായിട്ട് ചൂടാവും എന്നും അറിയാം. അങ്ങനെ കൂട്ടുകാരായിട്ട് കാണുമ്പോൾ അവര് പറയുന്ന ആശയം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ശക്തി. അപ്പം അങ്ങനെ ഒറ്റപ്പെട്ട് ഒരാവശ്യം വരുമ്പോൾ ഒരു കേസ് വന്നാൽ ജാമ്യം നിൽക്കാൻ പോലും അറിയില്ല. അത്യാവശ്യത്തിൽ വിളിച്ചത് പോലീസ് സ്റ്റേഷൻ വരെ വരണം. നമുക്കൊരു ബന്ധമില്ല. ഒറ്റപ്പെട്ട് പോകും ധ്യാനിക്കുന്നത് വലിയ സ്പിരിച്വൽ ആയിട്ടാണ്. വലിയ അവിടെ ആരും മാറ്റി വീട്ടുകാർ പോലും കൊടുക്കും. അപ്പം യഥാർത്ഥത്തിൽ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് അവരുടെ കൂടെ കൂടുതൽ സഞ്ചരിച്ച് കല്യാണത്തിലൊക്കെ പോയി കൂടുതൽ വിളമ്പി കൂടുതൽ സ്നേഹം കാണിച്ചത് നിർത്തിയില്ല എങ്കിൽ ധ്യാനിക്കുന്ന ആൾക്കാർ ഒറ്റപ്പെട്ട് വേറെ അവസ്ഥയിലോട്ട് പോകും. വലിയ അപകടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ ബോധം കുറിച്ച് ശക്തിപാതം അത് ശിവനെ ഉണർത്തും, ശിവനായി മാറും. ശക്തിപാതം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഒരു ബോധം വന്നു കുറച്ച് നേരത്തേക്ക് അല്ലേ? ബോധം മുന്നേ വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അതൊന്നും പോയില്ല. നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് മൊബൈലിൽ നോക്കി ഏതെങ്കിലും വൃത്തിയായിട്ടം നിർത്തി പരിപാടി മഴ വരുന്ന എപ്പോ പോകണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് മാറി. അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം ബോധമുള്ളൂ. എല്ലാത്തിനും പ്രാധാന്യം ചെന്നിട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ എന്താ കാര്യം അന്നേരം നല്ലൊരു ബോധം നല്ലൊരവസ്ഥ ഉണ്ടായിരുന്നില്ലേ? ഇത് എപ്പോഴും നിർത്തിയാണല്ലോ ദേവി കൂട്ടത്തിലാണ്. ആ അവസ്ഥ എപ്പോഴും സ്വയം ജപിച്ച് അല്ലോടെ വിളിക്കുന്ന 10 നാമം ജപിച്ചിട്ട് ഇത് പറഞ്ഞെങ്കിൽ സ്വന്തമായിട്ട് ജപിച്ച എഫക്റ്റ്. പക്ഷെ ആ ജപിക്കേണ്ടത് എടുക്കുന്നില്ല. അത് മനസ്സിലാക്കി ശക്തിവാദം കൊണ്ട് ശിവബോധം ഉണരും. അന്നേരം ഭയങ്കര ബോധമല്ലേ? ഞാൻ ഒരു ചാലയെങ്കിലും അടിക്കാമെന്ന് പറഞ്ഞപ്പോ എനിക്ക് അടിക്കാമോ പറ്റത്തില്ല. കാര്യം എന്താ? സകല അബോധം വേണം, എനിക്ക് അടിക്കാൻ പറ്റും. നല്ല ബോധം പീക്കിലിരിക്കുക. എങ്ങനെയാണ് ദേഷ്യം വരുന്ന അടിക്കണം? ഇപ്പൊ ഞാൻ ചോദിക്കത്തില്ല എന്നെ അടിക്കാമോ കാര്യം എന്താ? ആ നേരത്തെ ആദ്യമേ ചെയ്യണം വിചാരിച്ച കിട്ടി പറഞ്ഞന്ന് എപ്പോഴും അടി കിട്ടുമെന്ന് നോക്കിയാൽ മതി. മനസ്സിലാവുന്നോ? എല്ലാം കൂടെ അടക്കി വെച്ചിരുന്ന ഒരു തുള കിട്ടാൻ നോക്കിയിരിക്കും. ഡാമൊക്കെ കൊല്ലപ്പുറം ഒന്ന് കിട്ടിയാൽ എല്ലാം കൂടി വരില്ലേ അല്ലേ? ഇപ്പൊ നമുക്ക് അവസ്ഥയില്ല. ശക്തി പാകം കൊണ്ട് എന്തുണ്ടാവും? ശിവനായി ഭവിക്കും എന്ന് പറയുന്നത്. ശിവബോധത്തിന്റെ പ്രജ്ഞാനഘനം എന്നൊക്കെ പറഞ്ഞില്ലേ? ആനന്ദഘനം എന്നൊക്കെ പറഞ്ഞില്ലേ? ആ ശിവബോധം ഉണ്ടാകും. ശക്തിപാത ശിവോ ഭവി. ശക്തിപാതം സ്വയം ആധികം ഉപാസന ചെയ്ത് ഞാൻ തരുന്ന ശക്തിപാതം എടുക്കല്ലാതെ നിങ്ങൾ സ്വയം ശക്തിയുടെ എനർജി ശക്തിപാതം സംഭവിച്ച് ആ അവസ്ഥയിൽ എപ്പോഴും നിൽക്കണം. ശക്തിയുടെ ഒരു ബാധ കയറിയത് മനസ്സിലാവുന്നുണ്ടോ? ആ ശക്തിപാതം നമ്മളിലേക്ക് ദേവി നിറഞ്ഞിരിക്കുമ്പോ ഒരു ബാധയും കയറത്തില്ല. വേഴകത്ത് നമ്മൾ വീട്ടിലുള്ളവർക്ക് ശക്തിപാതം കൊടുക്കാൻ പറ്റില്ല. ഓരോന്നും നിമിഷം ഒഴിഞ്ഞാവും അസ്ഥികളൊക്കെ കുറച്ചാളായി ഉപാസിക്കുന്ന അവർ ജപിച്ചിരിക്കുന്ന അസുഖമാണ്. ഈ 37 അധ്യായങ്ങളിലായിട്ടാണ്
ഈ തന്ത്രാലോകത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. തന്ത്രം, മന്ത്രം, യോഗം, മോക്ഷം ഇതെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഇതിലെ തന്ത്രലോകത്തിലെ ആദ്യത്തെ അധ്യായത്തിലെ ചില ശ്ലോകങ്ങൾ. ചിദാനന്ദഘന ശിവ. ചിദാനന്ദഘനമാണ്. ആനന്ദം ഉറഞ്ഞുകൂടി കട്ടിയായിരിക്കുന്ന അവസ്ഥയാണ്, ബോധമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ശിവബോധം. ഈ ശിവബോധം വരുന്നതിനനുസരിച്ച് നമുക്ക് ആനന്ദം ഉണ്ടാവും തുടങ്ങും. പതുക്കെ 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 പതുക്കെ, വളരെ സ്ലോയിൽ. കാരണം ശിവബോധം ഉറയ്ക്കുന്നതനുസരിച്ച് അറിവ് കൂടാൻ തുടങ്ങും. ശിവബോധം ഉറയ്ക്കുന്നതനുസരിച്ച് ശക്തിയെ കുറിച്ച് മനസ്സിലാവും. ശക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു മനസ്സിലാവും നമ്മളിൽ മറ്റുള്ളവരിലും. അപ്പൊ നമുക്ക് അറിവ് കൂടാൻ തുടങ്ങും. അപ്പൊ മനസ്സിലാവും യഥാർത്ഥ അറിവ് ഇതാണ് എന്ന്. യഥാർത്ഥ അറിവ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കൂടാൻ തുടങ്ങും. കർമ്മഫലങ്ങൾ കുറയാൻ തുടങ്ങും. തെറ്റായ ആളുകളുമായിട്ട് ബന്ധപ്പെടത്തില്ല. നമ്മുടെ ഉള്ളിലുള്ള ആരോ പറയുന്നു ഇത് ശരിയല്ല, ഇവൻ ശരിയല്ല. അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ അവൻ്റെ കൂടെ പോയി നശിക്കുമ്പോൾ നമുക്ക് സന്തോഷം. നമ്മൾ അറിയത്തില്ലല്ലോ കെണിയില് എന്തുകൊണ്ടോ നമ്മൾ അതിനകത്ത് പോയില്ല. നമ്മുടെ ഉള്ളിൽ ഒരു തോന്നല്, ക്ലാരിറ്റി, പ്രപഞ്ചത്തിൽ ഓരോന്നിനും ക്ലാരിറ്റി കൂടും. ഈ അറിവ് കൂടുമ്പോൾ ആനന്ദം ഉണ്ടാകുന്ന അവസ്ഥ വരാൻ തുടങ്ങും. ഈ ആനന്ദം തുടങ്ങുന്നത് ഈ ബോധം ഘനം, പ്രജ്ഞാന ഘനം എന്ന് ഉപനിഷത്തില്, മാണ്ഡവ്യോപനിഷത്തില് 4ാമത്തെ പാഠമായി തുരീയത്തെ കുറിച്ച് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട് പ്രജ്ഞാന ഘനം, ജ്ഞാനം ഘനമായിട്ട് അറിവായിട്ടിരിക്കും. അതുപോലെയാണ് പറയുന്നത് ചിത ആനന്ദഘന ശിവ. ആനന്ദം ഉറഞ്ഞുകൂടി കട്ടിയായിട്ടിരിക്കുന്ന അവസ്ഥ, അതിനിങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ ആനന്ദം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ആ പ്രാണനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആനന്ദം, ആ പ്രാണനം കറക്റ്റ് റൂട്ടിൽ വരുമ്പോൾ നമുക്ക് നല്ല സുഖം ഉണ്ടാകും, സമാധി ഉണ്ടാകുന്നു. സമാധിയുടെ ഉയർന്ന അവസ്ഥയിൽ ഈ പ്രജ്ഞാനഘന ആനന്ദഘനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അതാണ് ശിവൻ. ശിവൻ ശക്തി ശിവസ്യ വിമർശിനി. ശക്തി ശിവന്റെ പ്രതിഫലമാണ്. ഈ പ്രാണൻ ആനന്ദഘനമായ ശിവന്റെ വിമർശമാണ്. ഇത് പ്രകാശമാണ്. പ്രകാശം വിമർശം എന്ന് പറയും. ശിവൻ പ്രകാശമാണ്, ശക്തി വിമർശം. പ്രകാശം വിമർശം. പ്രാണൻ ആണ് നമ്മുടെ ഉള്ളിൽ ആനന്ദത്തിനെ അനുഭവിപ്പിക്കുന്നത്. പ്രാണൻ പോസിറ്റീവായിട്ട് അമൃതകലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. നമുക്കിത് അനുഭവിക്കാൻ പറ്റുന്നു. ഉള്ളിലുള്ള ആനന്ദബോധത്തെ അനുഭവിക്കുന്നത് ഈ ശിവൻ ശക്തിയാണ് നമ്മളെ കണക്ട് ചെയ്യുന്ന ആനന്ദമായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ശക്തി ശിവസ്യ വിമർശിനി എന്ന് പറഞ്ഞു. ശിവസ്യ വിമർശിനി എന്ന് പറയുന്നത് ആത്മാ ശിവ സ്വതന്ത്ര. എന്താണ്? ആത്മാവ് സ്വതന്ത്രനായ ശിവൻ തന്നെയാണ് അല്ലേ? ആത്മാ ശിവ സ്വതന്ത്ര. സ്വാതന്ത്ര്യം കിട്ടും. ബോധം ഉണ്ടാവുന്നതനുസരിച്ച് കർമ്മഫലങ്ങളിൽ നിന്ന് ഭേദം കിട്ടും. അല്ലേ? അല്ലേ? കർമ്മഫലങ്ങൾ മനസ്സിലൂടെയാണ് ഒരാൾ ആദ്യം അനുഭവിക്കുന്നത്, പിന്നാണ് ബോധം. രാവിലെ പറഞ്ഞില്ലേ, പിച്ചെടുക്കാൻ തയ്യാറായ ഭയം മാറും, ജോലി ഇല്ല എന്നുള്ള ഭയം മാറും എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ജോലി കിട്ടും, പിച്ചെടുക്കൽ വരത്തില്ല. എന്താ? നമ്മൾ പോസിറ്റീവാണ്, ഭയമില്ല. മറ്റേ ആൾ ഭയപ്പെട്ടിരിക്കുക, അഭിമാനം കുന്നം കുറച്ചൊക്കെ പറഞ്ഞു. ജോലി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കൈ നീട്ടേണ്ടി വരത്തില്ല. അങ്ങനെ എങ്ങനെ? എനിക്ക് ജോലിയില്ല, ടെൻഷൻ അടിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്റർവ്യൂ വന്നു, നേരെ ഇന്റർവ്യൂവിന് പോയി പങ്കെടുത്തു. എങ്ങനെ ഇരിക്കുന്നത്? പേടിച്ച് കുറച്ച്. ഇതെങ്കിലും കിട്ടണം, ദൈവമേ ഇതെങ്കിലും കിട്ടണേ കിട്ടണേ. അയ്യോ, അത് നോക്കുമ്പോഴത്തേക്ക് ഇവനൊരു കോൺഫിഡൻസ് ഇല്ല. ഇവനൊരു കോൺഫിഡൻസ് ഇല്ല. കസ്റ്റമർ എപ്പോഴും നോക്കും, ഞാൻ മൂല്യമുള്ള പ്രോഡക്റ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. ശരിയല്ലേ? പല ആളുകൾക്കും അറിയാത്തൊരു സത്യമുണ്ട്. ഇന്റർവ്യൂ ഇംഗ്ലണ്ടിൽ ഒരുത്തൻ
എന്നെ ലാസ്റ്റ് നിമിഷം സാറേ ഈ മാസം കൂടെ എൻ്റെ വിസ പോകാൻ തിരിച്ച് മലേഷ്യക്ക് പോകേണ്ടി വരും. മലേഷ്യയിലുള്ളൊരു പയ്യനാണ്, ബോൺ. അവൻ പറയുന്നത് സാറേ ഉപാസനയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്നിട്ട് ടെൻഷനാണ്, ജോലി കിട്ടും. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഒന്നും അങ്ങോട്ട് ആവുന്നില്ല, തീരാറായി. ഇനി ഞാൻ എന്ത് ചെയ്യും? ലാസ്റ്റിൽ ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അത് ഒരെണ്ണമാണ് ശരിക്കും പ്രതീക്ഷ ഉള്ളത്. അതെങ്കിലും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ഈ ടെൻഷൻ തലയിൽ അവിടെ പോയി ഇന്നാ നിങ്ങളുടെ കോൺഫിഡൻസ് കാണത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പണം തരുന്ന മുതലാളി അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ പോലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സർക്കാർ അവരെ കസ്റ്റമറായിട്ട് കണ്ടിട്ടുണ്ടോ? കസ്റ്റമർ അല്ല, നിങ്ങൾക്ക് പൈസ തരുന്ന ആൾ നിങ്ങളുടെ കസ്റ്റമർ അല്ലേ? നിങ്ങളൊരു കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നു, നിങ്ങൾക്ക് പൈസ കൊടുക്കുന്നു, അപ്പം നിങ്ങൾ അവരുടെ കസ്റ്റമർ അല്ലേ? നിങ്ങളൊരു സാധനം വിൽക്കുന്നു, അയാൾ വാങ്ങിക്കുന്നു, നിങ്ങളുടെ കസ്റ്റമർ അല്ലേ? അതെ. നിങ്ങൾ വല്ലതും വിൽക്കുന്നുണ്ടോ? എന്ത് വിൽക്കുന്നു? ഒന്നും വിൽക്കുന്നില്ല. ആര് പറഞ്ഞു? നിങ്ങളുടെ ടൈം നിങ്ങൾ വിൽക്കല്ലേ? നിങ്ങൾ രാവിലെ മുതൽ 10 മണിക്കൂർ നിങ്ങൾ അയാൾക്ക് വിൽക്കിയിട്ട് അയാൾ ശമ്പളം തരുന്നില്ലേ? ഉണ്ട്. അപ്പോൾ അയാൾ നിങ്ങളുടെ കസ്റ്റമർ അല്ലേ? അത് ശരിയാ, കസ്റ്റമർ. അങ്ങനെ നോക്കുമ്പോൾ ശരിയാ, കസ്റ്റമറാണ്. ഈ കസ്റ്റമറായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അയാൾക്ക് വേണ്ട മൂല്യമുള്ള പ്രോഡക്റ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുത്തിട്ട് ഉറങ്ങാൻ. ഇതാണ് എത്ര ലീവ് കിട്ടും ഒക്കെ ആദ്യം ചോദിക്കുന്നത്. എങ്ങനെ കസ്റ്റമറെ കബളിപ്പിക്കാമെന്ന് ആലോചിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? അവിടെ തുടങ്ങാണ് അവരുടെ കയ്യിൽ. പഠിച്ചു ഇറങ്ങുന്ന പിള്ളേരുടെ മനസ്സിലെന്തോ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം, എനിക്ക് ശമ്പളം തരാൻ വിധിക്കപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് അയാൾ, അല്ലേ? അവന് ആരെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ആലോചിക്കൂ, മുതലാളിയുടെ ഭാഗത്തുനിന്ന്, കമ്പനിയുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഡെവലപ്പ് ചെയ്യുന്നതാണ്, അവൻ ടോപ്പിൽ വരെ എത്തുന്നതാണ്, അല്ലേ? ഭൂരിപക്ഷം ആളുകൾ വിചാരിക്കത്തില്ല അവരിതാ എനിക്ക് എങ്ങനെ ലീവ് കിട്ടും, എത്ര ദിവസം കിട്ടും, എത്ര ബോണസ് കിട്ടും, എത്ര TDA കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, അലവൻസ് കിട്ടും, എന്ത് തരും. ഭാവമാ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇത്ര അഹങ്കാരം പിടിച്ചാൽക്കാരല്ലോ ജോലി. അഹങ്കാര അവകാശം പോലൊക്കെയാണ്. എന്നാൽ എത്ര ജോലി ചെയ്യുന്നു നോക്കൂ. കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ തയ്യാറാണോ? അപ്പൊ അവൻ കസ്റ്റമറാണ്, നമുക്ക് ജോലി തരണം, കസ്റ്റമർ അല്ലേ? അപ്പൊ നിങ്ങൾ അവിടെ ചെന്നിരുന്നിട്ട് ഇപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു, പുള്ളിയൊരു അഡ്വക്കേറ്റാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു കേസുണ്ട്, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉപഭോക്തൃ സർക്കാർ വിഭാഗത്തിൻ്റെ ഒരു കേസുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. നിങ്ങൾ എങ്ങനെയായിരിക്കും അത് വാദിക്കുന്നത്? അപ്പം നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ഐഡിയ എങ്ങനെയാണ്? അതങ്ങനെ ചെയ്യും, അതങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും ഒരു ആത്മാർത്ഥത ഇല്ലാത്ത വർത്താനം. എന്നെ മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യാൻ പറയും. ഞാനാണ് എങ്ങനെ പറയും? ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നോട്ട് അവതരിപ്പിക്കണം. നിങ്ങൾ നിങ്ങളുടെ സമയത്ത് സെല് ചെയ്യണം. എങ്ങനെ? ആദ്യം നമ്മൾ കസ്റ്റമറൊക്കെ ചോദിക്കത്തില്ല സത്യത്തിൽ അവർക്ക് എന്തോ വേണ്ടത്, അല്ലേ? അത് നമ്മളെങ്ങനെ പറയാം? ജോലിയായിട്ടാണ് നമ്മൾ അങ്ങനെ പറയും, അല്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നത് പറയും. ജോലിയായിട്ട് വിട്ടിട്ട് കസ്റ്റമറായിട്ട് കണ്ടിട്ട് സംസാരിക്കുന്നത്, എന്നിട്ട് ഒന്നുകൂടെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് പുള്ളി കെട്ടി. അപ്പോൾ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു, സാർ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയാണ്, ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഇതിലേതാ വേണ്ടത്, ഇങ്ങനെ ചോദിക്കണം സെയിൽസിൽ. അങ്ങനെ ചോദിച്ച് ഇന്റർവ്യൂ വിജയിക്കാൻ പറഞ്ഞു. കാരണം നിങ്ങളെ തൊട്ട് 3 പേര് വന്നിരിക്കുക. 3 പേര് ഇപ്പൊ നമ്മളൊരു മൊബൈൽ നോക്കിയ 10,000 രൂപ, ആപ്പിൾ 10,000 രൂപ, 10,000 രൂപയുടെ വേറെ സാംസങ് ഇരിക്കുന്നു. നിങ്ങൾ ഇത് നോക്കത്തില്ല, ഇതിൽ ഏതാണ് 10,000 രൂപയ്ക്ക് ഏറ്റവും മൂല്യമുള്ളത്. അതുപോലെ അവൻ ശമ്പളം തരാൻ വേണ്ടി നിങ്ങൾ 3 പേര് നിങ്ങളുടെ ടൈം പോലെ പ്രോഡക്റ്റ് വാങ്ങിക്കാനിരിക്കുക. അപ്പൊ അവന്റെ മുന്നിൽ ചെന്നിട്ട് കഥ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്ര ലീവ് കിട്ടുമെന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? അവൻ കഷ്ടം ഉണ്ടാക്കി പറയുമ്പോൾ എന്നോട് പറയുന്നത്. അപ്പോൾ അപ്പോഴാണ് അയാൾ ശരിക്കും ബോധവാനായ. അയാൾ അടിപൊളിയായിട്ട് സംസാരിച്ചു. അറിയാൻ വയ്യായിട്ടല്ല, കാഴ്ചപ്പാടത്തെ കുഴപ്പം. അയാൾ കൊണ്ടിട്ട് സാറേ ഇങ്ങനെയാണോ അങ്ങനെയാണോ, സാറിന് കേസ് എങ്ങനെയാണോ വരുന്നത്, അത് ഇങ്ങനെയാണോ അങ്ങനെയാണോ. അപ്പോൾ ഏത് ഓപ്ഷൻ? 2-3 ഓപ്ഷൻ ഉണ്ട്. ഇതിലേതാ സാറിന് കൂടുതൽ സ്യൂട്ടബിൾ എന്നൊക്കെ ചോദിച്ചു. അടിപൊളിയായി. ഇപ്പം അടിപൊളിയായി. അയാൾ അടിപൊളിയായിട്ടെല്ലാം പെർഫോം ചെയ്തു. കൃത്യമായ ഇന്റർവ്യൂവിന് പാസ്സായി. എന്നെ വിളിച്ച് പറഞ്ഞു, സാറേ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി, ഇനി എനിക്ക് ഇംഗ്ലണ്ടിൽ നിൽക്കാം, കുഴപ്പമില്ല, സാറിനോട് സംസാരിക്കാൻ ഏറ്റവും ഭാഗ്യമായി. ആ കാഴ്ചപ്പാടാണ്. ഈ ചെറിയൊരു ഗ്രൂപ്പ് ലിങ്കിനാണെങ്കിൽ തപോവന്റെ 1000-ഓളത്തിലുപരിയായി വരുന്ന മെമ്പേഴ്സ് ലോകം മുഴുവനുള്ള USA ശക്തിമണ്ഡലമുണ്ട്, ഗൾഫ് ശക്തിമണ്ഡലമുണ്ട്, അല്ലേ? പല സ്ഥലങ്ങളുണ്ട്, UK, കാനഡ ശക്തിമണ്ഡലം. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെയുള്ള ആയിരക്കണക്കിന് ആളുകളിൽ എത്രയോ പേർക്ക് ഇത് ഉണ്ടാവുന്നുണ്ടാവും. അപ്പൊ അവർക്കെല്ലാം തോന്നൽ വരും. ഇവരെല്ലാം കൃത്യമായി ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരു കുണ്ടലിനി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഈ വൈബ്രേഷനുള്ള ആളുകൾ ചേരണം. അതിൽ കൂടുതൽ അറിവുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഈ ലോകത്തുനിന്ന് പോയാലും സമാധിയായിട്ട് പോയാലും അടുത്ത ജനറേഷൻ ഈ ഗ്രൂപ്പ് ഗൈഡ് ചെയ്യും. ഇല്ല, ഇവരിൽ പല ആളുകളും മാനസിക രോഗികളായിട്ട് സെല്ലിൽ അടയ്ക്കപ്പെട്ട് കിടപ്പുണ്ട്. 100 കണക്കിന് ആളുകൾ. നിങ്ങൾക്കറിയോ, ബൈപ്പോളാർ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് സെല്ലിൽ അടച്ചു കിടക്കുന്ന ആളുകളൊക്കെ ഈ കുണ്ടലിനി റൈസിംഗ് ഉള്ളവരാണ്.
അതിനെക്കുറിച്ച് പഠിക്കാനോ അറിയാനോ ഇല്ലാത്ത കഴിവുകേടുകൊണ്ടാണ് ഈ നടത്തിട്ടേക്കുന്നത്. അപ്പൊ അത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം അടുത്ത ജനറേഷൻ. അപ്പൊ അതാണ് ശക്തി, കുണ്ടലിനിയാണ്, അത് ഇതിലാണ് കാശ്മീരി ശൈവത്തിലാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. ഈ കാശ്മീരി ശൈവ സിദ്ധാന്തം ഇങ്ങനെ പഠിക്കണം പ്രാക്ടിക്കലായിട്ടില്ലേ, അപകടകരം കൂടാ അല്ലേ? ഇത് തിയറട്ടിക്കലായിട്ട് പഠിച്ചാൽ നീന്തൽ തപാലി നീന്തൽ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് പറ്റുമോ? പുസ്തകം വായിച്ചെല്ലാം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ശാംഭവമായ അണുവായ ശാക്തോവായ ഈ ശ്ലോകമൊക്കെ അങ്ങനെ പഠിച്ച് ഇപ്പൊ പറയും. പക്ഷെ ഇത് എന്തോ അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെന്ന് കാശ്മീരി ശൈവത്തിന്റെ ക്ലാസ്സിൽ ആരൊക്കെയോ നടത്തുന്ന ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ അല്ലത് തോന്നുന്നു. അത് ഭയങ്കര പ്രശ്നമാണ്. അതിങ്ങനെ കുഴപ്പമാണ്, കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. പിന്നീട് ഞാൻ പറഞ്ഞേ കോംപ്ലക്സ് ഉണ്ടാക്കും, നമുക്കൊന്നും അറിയില്ല എന്നുള്ളത് ഉണ്ടാക്കും. ശക്തി ചാലനാ സിദ്ധി, ശക്തി ഉണർത്തുന്നതിലൂടെ സിദ്ധികൾ ലഭിക്കുന്നു. പല സ്കില്ലുകളുണ്ട്, സംഗീതത്തിന്റെ സ്കില്ല്. ശരിക്കും പണ്ടൊക്കെ എങ്ങനെയാണ് ശില്പകല ചെയ്യുന്ന തച്ചന്മാരായിട്ടുള്ള ആളുകളുടെ മക്കൾ അവരെക്കാൾ വലിയ ശില്പകല ചെയ്യുന്ന ആൾക്കാരായിട്ടുണ്ട്. തലമുറകളായിട്ട് അവർ ശില്പകല ചെയ്യുന്ന ആളുകൾ, തലമുറകളായിട്ട് വൈദ്യം ചെയ്യാൻ വൈദഗ്ധ്യമുള്ളവരുണ്ട്, തലമുറകളായിട്ട് സംഗീതം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അതെങ്ങനെയാണ്? സത്യത്തിൽ അവരുടെ മുതിർന്ന തലമുറയിലുള്ള ആളുകൾ അവരുടെ അടുത്ത ജനറേഷന് കൊടുക്കുന്നത് ആ ദേവതയാണ്. ഒരു ഉപാസന ഉണ്ടാവും, രഹസ്യമായിരിക്കും. ഈ രഹസ്യ ഉപാസന അടുത്ത തലമുറയ്ക്ക് ചെവിയിൽ പറഞ്ഞു കൊടുക്കുക, അടുത്ത തലമുറയെ പഠിപ്പിച്ചിട്ടാണ് നേരത്തെ ആളുകൾ. അവരിതിനെ പരിപാലിക്കുന്നത് കൊണ്ട് അവർക്കും ആ സ്കില്ല് അതുപോലെ. ചില ആളുകളുണ്ട് കൃത്യമായി ഈ കൂടോത്രം കുഴിച്ചിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് വരും, ഇവിടെ കുഴിക്കാൻ പറയും, കുറച്ച് മണ്ണെടുക്കും, അപ്പുറത്ത് പോയി ഇവിടെ കുഴിക്കാൻ പറയും. അവർക്ക് തോന്നുന്നു, അവർ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് തോന്നുന്ന സ്ഥലത്ത് കുഴിക്കണം. ഈ മണ്ണെല്ലാം കൂടെ കൊണ്ടൊരു ബക്കറ്റ് ഇളക്കി അവർ കുഴിക്കത്തില്ല, നിങ്ങൾ നാളെ വെച്ചോണം, അവർ കുഴിക്കത്തൊന്നുമില്ല. ദൂരെ മാറുമ്പോഴത്തേക്ക് അതോട് കുഴിക്കും, ഇളക്കിട്ട് അതവിടെ ഒഴിക്കാൻ പറയും. മഞ്ഞളും എല്ലാം തകട് ഒഴിക്കും. എടുക്കുമ്പോൾ അതിനകത്തിനുള്ള തകട് അറവും മറ്റേ അറവിലൊക്കെ എഴുതി തകട് മറ്റേ മുടി എല്ലും അതൊക്കെ കുപ്പിക്കകത്താക്കി വെച്ച സാധനങ്ങൾ ഇതെല്ലാം പഠിക്കും. ഇത് മാത്രമല്ല അവരുടെ ദുരിതമാണ്. ആ തലമുറയാതെ ചെയ്യുന്നവരുണ്ട്. കാര്യം ടെക്നിക്ക് പറഞ്ഞു കൊടുക്കത്തില്ല. അതൊരു ദേവതയുണ്ട്. ഈ ദേവതയെ പഠിപ്പിച്ചുണ്ട്. എൻ്റെ വീട്ടിൽ വന്നവനെ എടുത്തവരുണ്ട്. ഞാൻ ചില വീട്ടിലൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ എടുത്തിട്ടുണ്ട്. അത് അവർക്ക് മാത്രമേ ആ ദേവത അവരുടെ സിദ്ധിയാണ്. അത് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. ഓരോരുത്തർക്കും ഓരോന്നല്ല സ്കില്ല്. എല്ലാവർക്കും എല്ലാത്തിലും കഴിവുണ്ട് ഉണ്ടോ? അപ്പോൾ സംഗീതം അങ്ങനെ കൈകാര്യം ചെയ്യുന്നവർ മനസ്സിലാവുന്നുണ്ടോ? ഈ ശില്പകലയുടെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ആ ദേവതയാണ്. അതാണ് പറഞ്ഞത് ശക്തി പരമാ ദേവത, ശക്തി ചാലന സിദ്ധി എന്ന് പറയുന്നത് അല്ലെ? ശക്തി പരമാദേവത, ശക്തിയാണ് ഏറ്റവും പരമമായ ദേവത. കാരണം ധ്യാനം ഏകാഗ്രതയല്ല. പലരും തെറ്റിദ്ധരിക്കുന്നത് ധ്യാനം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണെന്നാണ്. പുറത്ത് ഒരു പേനയുടെ ടിപ്പിലേക്ക് നമുക്ക് ഏകാഗ്രമായി നോക്കാൻ പറ്റും, ശരിയല്ലേ? അത് പുറത്തേക്കല്ലേ ഏകാഗ്രത. അകത്ത് കണ്ണടച്ച് ഏകാഗ്രമാകാൻ അവിടെ എന്തെങ്കിലും കുന്തമുണ്ടോ? അകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന കുറെ രൂപങ്ങളല്ലേ ഉള്ളൂ. മനസ്സിന്റെ സ്വഭാവമാണ് ചിത്രങ്ങൾ ഉണ്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളത്, ചലനാത്മകമായി നിൽക്കുക എന്നുള്ളത്. അവിടെ പോയിട്ടൊന്നുമില്ല ഏകാഗ്രമാകാൻ. ധ്യാനം വികേന്ദ്രീകരണമാണ്. ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ണടച്ചിട്ട് എൻ്റെ ലോകത്തേക്ക് പോകുന്നത് മണ്ടത്തരമാണ്, ഇത് ധ്യാനമല്ല. എന്നാൽ ഞാനിവിടെ കണ്ണു തുറന്ന് നിങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ എൻ്റെ ബോധത്തെ വികസിപ്പിക്കുന്നത്, ഈ പ്രപഞ്ചത്തോളം വികസിപ്പിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ധ്യാനിക്കുന്ന ആളിന് കുരയ്ക്കുന്ന പട്ടിയും കരയുന്ന കുഞ്ഞും ഒരു ശല്യമല്ല. ഇതൊക്കെ ഈശ്വരൻ്റെ ഭാവമാണ്. ഞാൻ അതായിത്തീരുകയാണ്. ഇന്ന് ധ്യാനിക്കും ശാന്തമായി. യോഗശ്ചിത്തവൃത്തി നിരോധനക, മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ധ്യാനം. യോഗം മനസ്സിൻ്റെ ഓവർ തിങ്കിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ധ്യാനം. അപ്പോൾ ബോധം ഉണ്ടാവുക, ധ്യാനം ഉണ്ടാവുക, പ്രസന്റിലേക്ക്. ഇതാണ് ധ്യാനം. പ്രസന്റിൽ നിൽക്കുമ്പോൾ ഞാൻ വികേന്ദ്രീകരണം വളർന്ന് എൻ്റെ ബോധം ഉയർന്നു വരും. ഇതാണ്
ഈ പറയുന്നത് ആത്മാവ് സ്വതന്ത്രമാണ്. അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലേ? കണ്ണട ചെന്നാലോ ഒരു കൊച്ചിന്റെ സൗണ്ട് കേട്ടാ എന്തൊരു കൊച്ചനൊക്കെ കൊച്ചിന്റെ പാലെല്ലാം കൊടുത്ത് പട്ടി കുറയോ പിന്നെയും പട്ടി കുറയ്ക്കുന്ന ചിവി എടുത്ത് ഞാനിവിടെ ധ്യാനിക്കുകയാണ്, കണ്ടില്ലേ? നായികളെ കൂടെ ധ്യാനിക്കും. ലോകം മുഴുവൻ പരവതാനം ഇരിക്കുന്നതെന്നല്ല നമ്മൾ രണ്ട് ചെരുപ്പ് വാങ്ങിച്ചിരുവാന്ന് പറയും. എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ നിശബ്ദമാക്കിയിട്ട് ധ്യാനിക്കാൻ നടക്കൂ. എന്നാൽ ഇതെല്ലാം ഉൾക്കൊണ്ടാലോ മനസ്സ് താനെ അടങ്ങും. അതാണ് സ്വാതന്ത്ര്യമാണ്, ആത്മാവിന്റെ സ്വാതന്ത്ര്യമാണ് ശിവൻ. പ്രപഞ്ചം ശക്തിചക്രസ്ഥം, പ്രപഞ്ചം ശക്തിചക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എത്ര ക്ലിയർ ആയിട്ട് അല്ലേ? ചാക്രികമാണെല്ലാം. ശ്രീചക്രം കണ്ടില്ലേ? അതാണ് പ്രപഞ്ച സ്വരൂപം. ഈ ചാക്രികമായിട്ടാണ് അഗ്നി, വെള്ളം, വായു ഒക്കെ പോകുന്നത്. പ്രാണം ചാക്രികമായിട്ട് സഞ്ചരിക്കുന്നത്. ഗാലക്സികൾ, ആറ്റം, നെബുല എല്ലാം ചാക്രികം. ശരിയാണോ? അപ്പൊ ഈ പറയുന്ന എത്ര സത്യമാണെന്ന് നോക്കി. പ്രപഞ്ചം ശക്തി ചക്രസ്ഥം. ശക്തി ചക്രത്തിൽ സ്ഥിതിയാണ് പ്രപഞ്ചം. കാരണം ധ്യാനം ഏകാഗ്രതയല്ല. പലരും തെറ്റിദ്ധരിക്കുന്നത് ധ്യാനം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണെന്നാണ്. പുറത്ത് ഒരു പേനയുടെ ടിപ്പിലേക്ക് നമുക്ക് ഏകാഗ്രമായി നോക്കാൻ പറ്റും, ശരിയല്ലേ? അത് പുറത്തേക്കല്ലേ ഏകാഗ്രത. അകത്ത് കണ്ണടച്ച് ഏകാഗ്രമാകാൻ അവിടെ എന്തെങ്കിലും കുന്തമുണ്ടോ? അകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന കുറെ രൂപങ്ങളല്ലേ ഉള്ളൂ. മനസ്സിന്റെ സ്വഭാവമാണ് ചിത്രങ്ങൾ ഉണ്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളത്, ചലനാത്മകമായി നിൽക്കുക എന്നുള്ളത്. അവിടെ പോയിട്ടൊന്നുമില്ല ഏകാഗ്രമാകാൻ. ധ്യാനം വികേന്ദ്രീകരണമാണ്. ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ണടച്ചിട്ട് എൻ്റെ ലോകത്തേക്ക് പോകുന്നത് മണ്ടത്തരമാണ്, ഇത് ധ്യാനമല്ല. എന്നാൽ ഞാനിവിടെ കണ്ണു തുറന്ന് നിങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ എൻ്റെ ബോധത്തെ വികസിപ്പിക്കുന്നത്, ഈ പ്രപഞ്ചത്തോളം വികസിപ്പിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ധ്യാനിക്കുന്ന ആളിന് കുരയ്ക്കുന്ന പട്ടിയും കരയുന്ന കുഞ്ഞും ഒരു ശല്യമല്ല. ഇതൊക്കെ ഈശ്വരൻ്റെ ഭാവമാണ്. ഞാൻ അതായിത്തീരുകയാണ്. ഇന്ന് ധ്യാനിക്കും ശാന്തമായി. യോഗശ്ചിത്തവൃത്തി നിരോധനക, മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ധ്യാനം. യോഗം മനസ്സിൻ്റെ ഓവർ തിങ്കിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ധ്യാനം. അപ്പൊ ബോധം ഉണ്ടാവുക, ധ്യാനം ഉണ്ടാവുക, പ്രസന്റിലേക്ക്. ഇതാണ് ധ്യാനം. പ്രസന്റിൽ നിൽക്കുമ്പോൾ ഞാൻ വികേന്ദ്രീകരണം വളർന്ന് എൻ്റെ ബോധം ഉയർന്നു വരും. ഇതാണ് ഈ പറയുന്നത് ആത്മാവ് സ്വതന്ത്രമാണ്. അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലേ? കണ്ണട ചെന്നാലോ ഒരു കൊച്ചിന്റെ സൗണ്ട് കേട്ടാ എന്തൊരു കൊച്ചനൊക്കെ കൊച്ചിന്റെ പാലെല്ലാം കൊടുത്ത് പട്ടി കുറയോ പിന്നെയും പട്ടി കുറയ്ക്കുന്നു ചിവി എടുത്ത് ഞാനിവിടെ ധ്യാനിക്കുകയാണ്, കണ്ടില്ലേ? നായികളെ കൂടെ ധ്യാനിക്കും. ലോകം മുഴുവൻ പരമദാനം ഇരിക്കുന്നതെന്നല്ല നമ്മൾ രണ്ട് ചെരുപ്പ് വാങ്ങിച്ചിരുവാന്ന് പറയും. എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ നിശബ്ദമാക്കിയിട്ട് ധ്യാനിക്കാൻ നടക്കൂ. എന്നാൽ ഇതെല്ലാം ഉൾക്കൊണ്ടാലോ മനസ്സ് താനെ അടങ്ങും. അതാണ് സ്വാതന്ത്ര്യമാണ്, ആത്മാവിന്റെ സ്വാതന്ത്ര്യമാണ് ശിവൻ. പ്രപഞ്ചം ശക്തിചക്രസ്ഥം, പ്രപഞ്ചം ശക്തിചക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എത്ര ക്ലിയർ ആയിട്ട് അല്ലേ? ചാക്രികമാണെല്ലാം. ശ്രീചക്രം കണ്ടില്ലേ? അതാണ് പ്രപഞ്ച സ്വരൂപം. ഈ ചാക്രികമായിട്ടാണ് അഗ്നി, വെള്ളം, വായു ഒക്കെ പോകുന്നത്. പ്രാണം ചാക്രികമായിട്ട് സഞ്ചരിക്കുന്നു. ഗാലക്സികൾ, ആറ്റം, നെബുല എല്ലാം ചാക്രികം. ശരിയാണോ? അപ്പൊ ഈ പറയുന്ന എത്ര സത്യമാണെന്ന് നോക്കി. പ്രപഞ്ചം ശക്തി ചക്രസ്ഥമായിട്ടുള്ള ബാധകൾ പിടിച്ചിട്ട് നെഗറ്റീവ് റൂട്ടിൽ, അസുരന്മാരുടെ റൂട്ടിൽ കുണ്ടലിനി വരാതിരിക്കണം. കുണ്ടലിനി വൈബ്രേഷൻ ഇവിടെ ആജ്ഞാചക്രത്തിലോ എവിടെങ്കിലും വൈബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും കൈവക്കി ആരെങ്കിലും ഉണ്ടോ? ഇത്രയും ആളുകളുണ്ട്. അപ്പൊ ഈ ഒരു തോന്നലെല്ലാം മനസ്സിലായില്ലേ? അപ്പൊ ഈ സംഭവത്തിനെ കൃത്യമായി ഗൈഡ് ചെയ്ത് പോകാൻ എന്തെങ്കിലും സയൻസ് ഉണ്ടോ? ഒന്നും ഉണ്ടോ? ഇത്രയും പേർക്ക് ഒരുപോലെ മറ്റു വരത്തില്ലല്ലോ. വരുമോ? ഈ ചെറിയ ഒരു ഗ്രൂപ്പ് ലിങ്കിനാണെങ്കിൽ തപോവന്റെ 1000-ത്തിലുപരിയായി വരുന്ന മെമ്പേഴ്സ് ലോകം മുഴുവനുള്ള USA ശക്തിമണ്ഡലമുണ്ട്, ഗൾഫ് ശക്തിമണ്ഡലമുണ്ട്, അല്ലേ? പല സ്ഥലങ്ങളിലുണ്ട്. UK, കാനഡ ശക്തിമണ്ഡലം. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെയുള്ള ആയിരക്കണക്കിന് ആളുകളിൽ എത്രയോ പേർക്ക് ഇതുണ്ടാവുന്നുണ്ടാവും. അപ്പൊ അവർക്കെല്ലാം തോന്നൽ വരും
ഇവരെല്ലാം കൃത്യമായി ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരു കുണ്ടലിനി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഈ വൈബ്രേഷനുള്ള ആളുകൾ ചേരണം. അതിൽ കൂടുതൽ അറിവുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കും. നാളെ ഞാൻ ഈ ലോകത്തുനിന്ന് പോയാലും സമാധിയായിട്ട് പോയാലും അടുത്ത ജനറേഷൻ ഈ ഗ്രൂപ്പ് ഗൈഡ് ചെയ്യും. ഇല്ല, ഇവരിൽ പല ആളുകളും മാനസിക രോഗികളായിട്ട് സെല്ലിൽ അടയ്ക്കപ്പെട്ട് കിടപ്പുണ്ട്. 100 കണക്കിന് ആളുകൾ. നിങ്ങൾക്കറിയോ, ബൈപ്പോളാർ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് സെല്ലിൽ അടച്ചു കിടക്കുന്ന ആളുകളൊക്കെ ഈ കുണ്ടലിനി റേസിംഗ് ഉള്ളവരാണ്. അതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഇല്ലാത്ത കഴിവ് കേടുകൊണ്ടാണ് ഇങ്ങനെ അടച്ചിട്ടേക്കുന്നത്. അപ്പൊ അത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് നാളെ അടുത്ത ജനറേഷൻ. അപ്പൊ അതാണ് ശക്തി, കുണ്ടലിനിയാണ്. അത് ഇതിലാണ് കാശ്മീർ ശൈവത്തിലാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്.